الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. صدق الله مولانا العلي العظيم صدقنا وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. സ്റ്റേജിലും വേദിയിലും അഭിനന്ദരായ സന്നിഹിതരായ അഭിനന്ദ പണ്ഡിത സയ്യിദ് മഹത്തുക്കളെ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച അഭിനന്ദരായ സയ്യിദ് അസ്ലം മഷ്ഹൂർ തങ്ങൾ അവറുകൾ, മഹാന്മാരായ ഉസ്താദുമാർ മുനീർ അബ്ദുൽ ഖാദർ അൽ ഖാസിമി, ഉസ്താദ് കുഞ്ഞാലി ബാഖവി, ഉസ്താദ് CH ഇബ്രാഹിം ഹാജി, എം ലത്തീഫ് ഹാജി, ഷാദുലി അൽ ഖാസിമി ഉസ്താദ് തുടങ്ങി നമ്മുടെ മങ്കടവ് പ്രദേശത്തിന്റെ സാമൂഹികവും ദീനീപരവുമായ രംഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഖായിദെ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കാരുണ്യം വിജ്ഞാന സദസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അഭിനന്ദരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അമലായി നമ്മെന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ നമ്മൾ മറന്നുപോയതും അള്ളാഹു മറക്കാത്തവനാണ്. അള്ളാഹുവിനെ അറിയുന്നതുമായ എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മെ പഠിപ്പിച്ച ഉസ്താദുമാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നാം ദീൻ പഠിക്കാൻ കാരണക്കാരായി ദീനീ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് സഹായിച്ച വ്യക്തികൾ, അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടുപോയ നാട്ടുകാരായ ആളുകൾ, ഇവിടെ വന്ന് ജോലി ചെയ്തു പോയ പണ്ഡിതന്മാർ, ഞാൻ കേട്ടത് അനുസരിച്ച് മഹാനായ കക്കടിപ്പുറം ഉസ്താദ് അടക്കമുള്ളവർ ദർസ് നടത്തിയ ഒരു പ്രദേശമാണ് മാങ്കടവ്. അതൊരു വലിയ ഭാഗ്യമാണ്. ഒരുപാട് കറാമത്തുകളും വലിയ അത്ഭുതങ്ങളും കാണിച്ച് ജീവിതകാലത്ത് വലിയ ശുദ്ധിയിൽ ജീവിച്ച മഹാനാണ് കക്കടിപ്പുറം ഉസ്താദൊക്കെ. അവരുടെ ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ എത്താനുള്ള ഭാഗ്യം കാലങ്ങളിൽ പിൽക്കാലത്ത് വന്നവരും പാപങ്ങൾ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്ത് പാപപങ്കിലരുമായ നമ്മയൊക്കെ അള്ളാഹുവിന്റെ മഹമായ ഫള് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 70ഓളം കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ ഖായിദെ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ്. ആ സംഘടന 40 വർഷമായി എന്നാണ് ഞാൻ അറിഞ്ഞത്, അല്ലേ? 4. ആ പൂജ എവിടുന്നാ കൂടിയത്? അൽഹംദുലില്ലാഹ്. അത് 40 ആണ്ടുകളും അതിനപ്പുറത്തേക്കും കടക്കുന്ന രീതിയിൽ അതിന്റെ നന്മ അള്ളാഹു ഈ നാട്ടിൽ നിലനിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകുന്ന വഹി, നൽകിയിരുന്ന റബ്ബിന്റെ ദിവ്യബോധനം, അള്ളാഹുവിന്റെ റെവലേഷൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനും നബി തിരുമേനിയുടെ തിരുചര്യയും അതിന്റെ പ്രസക്തി ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനിച്ചു കഴിഞ്ഞ് പിന്നെ ടീനേജും കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും ജീവിച്ചു തീർക്കുക, അടിച്ചു പൊളിച്ച് തകർക്കുക, അതിലപ്പുറം ജീവിതത്തിന് മറ്റു ലക്ഷ്യങ്ങളൊന്നും വേണ്ട, എന്താണോ ശരീരം ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്തേക്കാം എന്ന ഒരു പുതിയ ടെൻഡൻസി നമ്മുടെ യുവതലമുറകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സഹോദരിമാർ
ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ അങ്ങോട്ട് മേലോട്ട് പഠിക്കുന്ന മക്കൾ നല്ല ഒരു കുടുംബത്തിന്റെ വിളക്കുമായി മാറേണ്ട നമ്മുടെ പെൺകുട്ടികളൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് വിവാഹം വേണ്ട, ആരുടെയെങ്കിലും കൈപിടിച്ച് നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് ആധുനിക ചിന്താരീതികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് ടോട്ടൽ അനാർക്കിയാണ്. കുത്തഴിഞ്ഞ ഒരു ജീവിതം, നിയമങ്ങൾ ആവശ്യമില്ല, അരുത് എന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ല, എല്ലാം ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണം എന്ന് മനുഷ്യ മനസ്സുകളെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ മീഡിയ, നമ്മുടെ സിനിമാ രംഗങ്ങൾ, നമ്മുടെ ചാനലുകളൊക്കെ പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം, എന്തിനേറെ ഒരു വിഷയത്തിന്റെ ശരിയും തെറ്റും വിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ വെളിച്ചത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതിന് പകരം ക്യാമറക്കാർ സംഘടിപ്പിക്കുന്ന റൂമുകളിൽ ഇരുന്ന് ആരാണോ ആ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത് അതിന്റെ പ്രസംഗർമാർ രണ്ട് ഭാഗത്തും ആളുകളെ ഇരുത്തി തെറ്റും ശരിയും തീരുമാനിക്കുന്ന തലത്തിലേക്ക് ധാർമ്മികത മനുഷ്യൻ തീരുമാനിക്കണം എന്ന വലിയൊരു അപകടകരമായൊരു വസ്തുത നമ്മുടെ ചാനലുകളിലൂടെ നമ്മുടെ മസ്തിഷ്കങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ എന്നത് അൾട്ടിമേറ്റ് ട്രൂത്ത്, പരമമായ സത്യം. വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഈ ഗ്രന്ഥത്തെ വെല്ലാൻ പോകുന്ന ഒന്നും ലോകത്ത് ഇന്നേ വരെ വന്നിട്ടില്ല എന്ന പരമാർത്ഥം. വിശുദ്ധ ഖുർആനെ ഡിസ്പ്രൂവ് ചെയ്യാൻ, ആശയങ്ങളെ ഖണ്ഡിക്കുവാൻ വിശുദ്ധ ഖുർആൻ ലോകത്ത് വെച്ച ഇതിന് തത്തുല്യമായത് നിങ്ങളൊന്ന് കൊണ്ടുവരൂ എന്ന ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ ഇതുവരെ ഒരാൾക്കും സാധിക്കാതിരിക്കെ, നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങൾക്കിടയിൽ ഉറങ്ങിക്കിടന്നുകൊണ്ടിരിക്കെ, ഈ വിശുദ്ധ ഖുർആനിന്റെ മാനുഷികതയും അതിന്റെ ദൈവികതയും മനസ്സിലാക്കാതെ മനുഷ്യൻ ജീവിക്കേണ്ടത് അവൻ തീരുമാനിക്കുന്ന വിധത്തിലാവട്ടെ എന്ന ഒരു തരത്തിലേക്ക് നമ്മെ മുഴുവനും വഴിതെറ്റിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ചാനലുകളിലൂടെ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇവിടെ മാതൃക കാണിക്കേണ്ടത്? ആരാണ് ഇവിടെ സത്യം വിളിച്ചു പറയേണ്ടത്? ആരാണ് ഇവിടെ ധർമ്മബോധം പഠിപ്പിക്കേണ്ടത് എന്ന വലിയ ഒരു സമസ്യ 21ാം നൂറ്റാണ്ടിലെ കേരളീയരായ മുസ്ലിമീങ്ങൾക്ക് മുമ്പിലുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അല്ലാഹുവിന്റെ നന്മയിലേക്ക് വഴിതെളിക്കാൻ, പരലോകം രക്ഷപ്പെടുന്ന തരത്തിലേക്ക് ക്ഷണികമായ ഈ ലോകത്തെ പരീക്ഷണം അത് വിജയിക്കുന്ന ഒരവസ്ഥയിൽ അള്ളാഹു നൽകുന്ന ഈ ജീവിതം പരിപൂർണമായും ഉപയോഗപ്പെടുത്തി നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സന്തുഷ്ടരായി കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ ഈ സമൂഹത്തിന് മാർഗദർശനം കൊടുക്കാൻ പോകുന്ന ആളുകൾ എവിടെ? സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുന്ന ആളുകൾ എവിടെ? ഞാനും എന്റെ കുട്ടികളും എന്റെ കുടുംബവും, ഇതിലപ്പുറം എന്റെ സമൂഹം, ഉമ്മത്തി എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ആളുകളിൽ കുറഞ്ഞുകൊണ്ടിരിക്കാൻ. അയൽപക്കത്ത് കള്ളു കുടിക്കുന്നുണ്ട്, കുടിച്ചോട്ടെ, എന്റെ വീട്ടിലല്ലല്ലോ. സ്വന്തം ജ്യേഷ്ഠന്റെ മക്കൾ, അനുജന്റെ മക്കൾ വഴിതെറ്റി ജീവിക്കുന്നുണ്ട്, ആയിക്കോട്ടെ, എന്റെ മക്കളല്ലല്ലോ. സ്വന്തം പെങ്ങളുടെ മക്കൾ, സ്വന്തം അനുജനും ജ്യേഷ്ഠനും, ആയിക്കോട്ടെ, ഞാനല്ലല്ലോ, ഞാൻ ഇതിനെതിരെ ഇടപെടണം എന്ന് ഓരോരുത്തരും ഒടിഞ്ഞു മാറുമ്പോ ആരാണിവിടെ ധർമ്മം പഠിപ്പിക്കേണ്ടത്? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നപ്പോ മഹാൻ ചോദിച്ചു, നിങ്ങളിപ്പോ എന്ത് ചെയ്യുന്നു? അതഅ്മുറു ബിൽ മഅറൂഫ് വതൻഹാ അനിൽ മുൻകർ. നിങ്ങളിപ്പോ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നുണ്ടോ? ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? യാ അബൽ ഹസൻ, ഞാൻ എന്ത് ചെയ്യണം? ഈ പാപിയായ ഞാനൊക്കെ പറഞ്ഞാൽ ആളുകൾ കേൾക്കുവോ? ഇത് പറഞ്ഞപ്പോ ബസറ കണ്ട, മുസ്ലിം ലോകം കണ്ട പ്രഗത്ഭനായ ഇമാം ക്ഷോഭിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ ആരാണ് ഈ പണി ചെയ്യുക? ആരാണിത് ചെയ്യുക? തെറ്റ് ചെയ്യാത്തവരാരാണ്?
കുറ്റങ്ങളും കുറവില്ലാത്തവരാരാണ്? ആരാണ് ഇവിടെ മലക്കുകളെ പോലെ ജീവിക്കുന്നത്? അള്ളാഹുവിന്റെ നബിമാരിൽ അമ്പിയാക്കന്മാരുടെ ശൃംഖലക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മഅസൂമാണ്, പാപസുരക്ഷിതരാണ്. അമ്പിയാക്കന്മാർ മുഴുവനും മഅസൂമിങ്ങളാണ്. ഇസ്മത്ത് എന്ന പ്രൊട്ടക്ഷൻ ഫ്രം സിൻസ്, തെറ്റുകളിൽ നിന്നുള്ള സംരക്ഷണം നൽകപ്പെട്ടവരാണ്. അവർ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. ഈ തെറ്റ് ചെയ്യുന്നവരെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ മാറി നിന്നാൽ ആരാണ് ഈ പണി ലോകത്ത് ചെയ്യുക എന്ന് ചോദിച്ചു. വലൗലം യഅലു ഫിന്നാസി മൻ ഹുവ മുദ്നിബു വലൗലം യഅലു ഫിന്നാസി മൻ ഹുവ മുദ്നിബു ഫമൻ യഅലിൽ ആസീന ബഅദ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗലം യഅലു ഫിന്നാസി മൻ ഹുവ മുദ്നിബു, തെറ്റ് ചെയ്യുന്ന ആളുകൾ, പാപികളായ ആളുകൾ വഅദ് പറയാതിരുന്നാൽ, ഫമൻ യഅലിൽ ആസീന, തെറ്റ് ചെയ്യുന്നവരോട് ചെയ്യല്ലേ എന്ന് പറയാൻ ബഅദ മുഹമ്മദി, മുഹമ്മദ് നബി തങ്ങളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ആർക്കത് ചെയ്യാൻ പറ്റും? ഞാൻ മിണ്ടൂല, ഞാൻ തെറ്റുകാരനല്ലേ എന്ന് പറഞ്ഞാൽ ആരാ പിന്നീട് ചെയ്യുന്നത്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം, നിങ്ങൾ നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ്. നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന നിങ്ങൾ മിണ്ടാതിരുന്നാൽ ആരാണ് ഇവിടെ നന്മ പഠിപ്പിക്കുക? നിങ്ങൾ ഖൈറ ഉമ്മത്താണ്, നിങ്ങളിത് പറയണം. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ, ഹബീബായ നബി തങ്ങൾക്ക് ആദ്യത്തെ വഹി വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്നു. വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറഞ്ഞ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ അമ്മായിയുടെ മകന്റെ അടുത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോയി. വറഖത്ത് ഇബ്നു നൗഫൽ എന്നവരോട് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ സംഭവം വിവരിച്ചു കൊടുത്തപ്പോ, നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മഹാനായ പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മാലാഖയാണ്, ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നിങ്ങൾ ഈ സമൂഹത്തിന്റെ നബിയാണ് എന്ന് നബി തങ്ങളോട് ആദ്യമായി പറയുകയും, ഇവരെല്ലാം നബിയെ നിങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞാൽ നിങ്ങളെ പുറത്താക്കും. ആര് പറഞ്ഞു? കണ്ണു കാണാത്ത വൃദ്ധനായ വറഖത്ത് ഇബ്നു നൗഫൽ. നിങ്ങളെ പുറത്താക്കും നബിയെ സത്യം വിളിച്ചു പറഞ്ഞാൽ. സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നല്ലേ ഈ പറഞ്ഞത്? നാട്ടിൽ നിന്ന് പുറത്താക്കും. മക്കയിൽ നിന്ന് നാട് വിടേണ്ടി വരും. നിങ്ങൾക്ക് ഇവിടെ സ്വസ്ഥത തരില്ല. നിങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞാൽ അത് ഇരുട്ടിന്റെ ശക്തികൾക്ക് ഇഷ്ടപ്പെടില്ല നബിയെ. എന്റെ സമൂഹം എന്നെ പുറത്താക്കുമോ എന്ന് നബി തങ്ങൾ വേദനയോട് ചോദിച്ചപ്പോഴാണ്, ബലാ, തീർച്ചയായും നബിയാക്കന്മാർക്കൊക്കെ സംഭവിച്ചത് അങ്ങനെയാണ്, പ്രബോധകന്മാർക്ക് സംഭവിക്കുന്നത് അങ്ങനെയാണ്, സത്യം വിളിച്ചു പറയുന്നവർക്ക് സംഭവിക്കുന്നതാണ്, നിങ്ങൾ പുറത്തു പോവേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിബിയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഖദീജ, ഉറങ്ങുന്ന സമയം കഴിഞ്ഞു പോയല്ലോ ഖദീജ. ഖദീജ, ഇനി ഉറങ്ങാൻ പറ്റില്ല, ഉറക്കിന്റെ കാലം കഴിഞ്ഞല്ലോ ഖദീജ. ഞാനും നീയും മക്കളുമായി ജീവിച്ച് സ്വസ്ഥമായി ജീവിക്കുന്ന കാലൊക്കെ കഴിഞ്ഞു. ഇവിടെ നോട്ട് ടെൻഷനാണ്, പ്രയാസങ്ങളാണ്. ഇനി ഉറങ്ങി വിശ്രമിക്കേണ്ട സമയമല്ല. ഖദീജ, സത്യം വിളിച്ചു പറയാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഞാനത് പറയാൻ പോകുന്നു. ഇഖ്റ കഴിഞ്ഞിട്ട് സൂറത്തുൽ മുദ്ദസ്സിർ ഇറങ്ങുന്നു. അവിടുന്ന് അങ്ങോട്ട് പ്രബോധനങ്ങളുടെ, നിബിധങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഘോഷയാത്ര, നിരന്തരമായ പ്രവർത്തനങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലം കൊണ്ട് സമർപ്പിച്ച് ലോകത്തോട് യാത്ര പറയുമ്പോ അവസാനത്തെ യാത്രയിലും എണീക്കാൻ കഴിയാതെ, എഴുന്നേൽക്കാൻ പറ്റാതെ വിരിപ്പിൽ കിടന്നപ്പോ, നന്നായിട്ട് കൂട്ടിക്കോളൂ, ഞാൻ മെല്ലെ പറഞ്ഞോളാം.
ഞാൻ അടുത്ത് വരാന്ന് വെച്ചാൽ കുറക്കണ്ട, അങ്ങനെ കൂട്ടിക്കൂടി. നിങ്ങളെ ചെവി പൊട്ടണ രീതി ഞാൻ പറയുന്നില്ലേ. ഇൻഷാ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയാൻ പോകുന്ന അവസാന കാലഘട്ടങ്ങളിൽ പറഞ്ഞു, അതുവരെ ദഅവത്ത് പ്രബോധനം എത്ര യുദ്ധങ്ങളാണ്, എത്ര യുദ്ധങ്ങൾ. മദീനയിലെ 10 വർഷക്കാലത്തിനിടയ്ക്ക് തന്നെ ചെറുതും വലുതുമായ 40 യുദ്ധങ്ങളെ ഹബീബിനെ സംബന്ധിക്കേണ്ടി വന്നു. 10 കൊല്ലത്തിനിടയ്ക്ക് 40 യുദ്ധം. 10 കൊല്ലത്തിനിടയ്ക്ക് 40 ജോലി മാറിപ്പോയി എന്നല്ലേ പറഞ്ഞത്. യുദ്ധങ്ങളിൽ ഇടപെട്ടു. ചോര കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കേണ്ട ഘട്ടം വന്നിട്ടുണ്ട്. 40ഓളം 10 കൊല്ലത്തിനിടയിൽ. ഖദീജ, ഉറക്കിന്റെ കാലം കഴിഞ്ഞുപോയി ഖദീജ, ഇനി വിശ്രമമില്ല. ആ ഒരു ജൈത്രയാത്ര അല്ലാഹുവിന്റെ ഹബീബ് തുടർന്നത് 23 വർഷം. വഫാത്താകാൻ കിടക്കുമ്പോ പറയാണ്, നിസ്കാരം നിലനിർത്തണേ. പിന്നെ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. പുരുഷന്മാരോട് ഭാര്യമാരെ ശ്രദ്ധിക്കാൻ, അന്ന് അടിമകളുള്ള കാലമാണ്, അവരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജോലിക്കാരെ ശ്രദ്ധിക്കണം. വമാ മലക്കത് അയ്മാനുക്കും, നിങ്ങളുടെ അടിമകൾ ആണുങ്ങളും പെണ്ണുങ്ങളും, അവരുടെ അവകാശങ്ങൾ കൊടുക്കണേ. പെണ്ണുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവരെ നിങ്ങൾ ഒഴിവാക്കല്ലേ, അവർക്ക് സംരക്ഷണം കൊടുക്കണേ. നിസ്കാരം ഒഴിവാക്കല്ലേ എന്ന അവസാനത്തെ വാക്കുകൾ പോലും നിങ്ങളുടേത് ദഅവത്താണ്, പ്രബോധനം. അവസാനം വരെ അങ്ങനെയാണ് ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്നത്. മദീനയിലെ ഹബീബിന്റെ പരിശുദ്ധമായ വീടിന്റെ ഒരു ചെറിയ കിളിവാതിലിലൂടെ അവസാനത്തെ സുബ്ഹ് നിസ്കാരം വീക്ഷിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചെറിയ കർട്ടൻ ഇങ്ങനെ മാറ്റി നോക്കി. ഒന്ന് പുഞ്ചിരിച്ചത് സ്വഹാബത്തിന് ഓർമ്മയുണ്ട്. വിചാരിച്ചു ഹബീബ് നിസ്കരിക്കാൻ വരുമെന്ന്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പനി പിടിച്ച് കിടക്കുകയാണ്, എഴുന്നേൽക്കാൻ പറ്റാതെ. 63 വയസ്സല്ലേ ആയിട്ടുള്ളൂ. 63 വയസ്സ്. മരിക്കാൻ നേരായി മനുഷ്യന്മാർ ആരെങ്കിലും പറയും 63 എന്നൊക്കെ പറയുമ്പോ, ഇനിയും കിടക്കുന്നുണ്ടല്ലോ 40 കൊല്ലം എന്നാ പറയാം. 63 വയസ്സായിരിക്കുമ്പോഴാണ് എഴുന്നേൽക്കാൻ കഴിയാതെ പനി ബാധിച്ച് തളർന്നു കിടക്കുമ്പോൾ ഹബീബിനറിയാം ഇത് ലോകത്തോട് ഇവിടെ പറയേണ്ട നേരമാണ്. ആ നേരത്ത് അവിടുത്തെ കൊച്ചൊരു ചെറിയൊരു ജനലുണ്ട്. ആ ജനാലയുടെ കർട്ടൻ ഇങ്ങനെ ചെറിയൊരു തുണിയുണ്ട്, ഇങ്ങനെ നീക്കിയിട്ട് സ്വഹാബത്ത് നിസ്കരിക്കാൻ സ്വഭായി നിൽക്കുന്ന സുബ്ഹി നിസ്കാരത്തിന് വന്ന ആ രംഗം കണ്ടുകൊണ്ട് അവസാനത്തെ പുഞ്ചിരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 23 വർഷക്കാലത്തെ എല്ലാ കഷ്ടപ്പാടും തീർന്നു. 23 കൊല്ലം മുമ്പ് എന്തായിരുന്ന അവസ്ഥ? യുദ്ധം, പരസ്പരമുള്ള വൈരാഗ്യം തീർക്കല്, പടവെട്ടല്, യുദ്ധം, ഇതെല്ലാം തീർന്നിട്ട് അതെല്ലാം മാറ്റിവെച്ച് അല്ലാഹുവിന് വേണ്ടി സുബ്ഹി നിസ്കാരത്തിന് വുളൂ ചെയ്ത് ജമാഅത്തായി നിസ്കരിക്കാൻ നിൽക്കുന്ന കാഴ്ചയാണ് ഹബീബിന് അവസാനം നബി തങ്ങൾ ഏറ്റവും സന്തോഷിച്ചത് അവിടെയാണ്. ആ ഒരു ചിരി സ്വഹാബത്തിന് ഓർമ്മയുണ്ട്. അവര് വിചാരിച്ചു നബി തങ്ങൾക്ക് ദേശം ഭേദമായി കാണും നബി വരുമെന്ന്. നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. തങ്ങൾ കട്ടിലേക്ക് വീഴുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളോട് പറഞ്ഞൊരു വാക്കാണ് ഒന്ന് എഴുന്നേറ്റ് നടന്നു ചെന്ന് പറയാൻ പറ്റാതെ വന്നപ്പോ അവിടെ നിൽക്കുന്ന സ്വഹാബിമാരോട് അലി റളിയല്ലാഹു അൻഹുവിനോട്, ഫദ്ൽ റളിയല്ലാഹു അൻഹുവിനോട്, ആയിഷ ബീവി അടക്കം അവിടെയുണ്ട്. നിസ്കാരം നിലനിർത്താൻ പറയണേ. വമാ മലക്കത് അയ്മാനുക്കും, അല്ലാഹു നിങ്ങളുടെ കയ്യിൽ ആരുടെയൊക്കെ അധികാരം ഏൽപ്പിച്ചിട്ടുണ്ടോ അവരോട് നിങ്ങൾ നല്ല നിരക്ക് പെരുമാറണമേ. അവസാനത്തെ വാക്ക് പോലും ദഅവത്താണ്, പ്രബോധനമാണ്. ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഒരു സമൂഹം നന്നാവാൻ വേണ്ടി ഓരോരുത്തരും, ഈ സ്വഹാബികളാണ് ഓരോരുത്തരും മാതൃകയായി മാറിയത്. എപ്പോ? ഉറക്കിന്റെ കാലം കഴിഞ്ഞു, വിശ്രമത്തിന്റെ കാലം കഴിഞ്ഞു, ഇനി വിശ്രമമില്ല, നടക്കുകയാണ്, ഓടുകയാണ്. അങ്ങനെ ഒരു കഷ്ടപ്പാട് നിബിധങ്ങൾ ചെയ്തപ്പോൾ സ്വഹാബിമാരിൽ ഓരോ സ്വഹാബിയും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാരിൽ ഓരോരുത്തരും വിളക്കുകളായി മാറിയില്ലേ? ആശം കൊടുക്കുകയാണ് ഓരോരുത്തരും.
ഓരോരുത്തരും മാതൃകയാണ്. ഓരോരുത്തരും മാതൃകയായില്ലേ? ഇന്നെങ്ങനെയാണെന്ന് ഇഷ്ടം പോലെ ആളുകളുണ്ട്. മാതൃകയാവാൻ പറ്റുന്ന ആളുകളുണ്ടോ? അതാണ് വിഷയം. മാതൃകയുണ്ടോ എന്നാ വേള് പറയാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഏതൊക്കെ ശൈലി വേണോ അതൊക്കെ വേള് പറയാൻ ആൾക്കാരുണ്ട്. മാതൃകയുണ്ടോ? അതാണ് വിഷയം. എവിടെയാണ് മാതൃക കിടക്കുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ഹജ്ജിന് വന്നപ്പോ വാപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ഒരുപാട് ഹജ്ജ് സംഘങ്ങൾ, ഒട്ടക സംഘങ്ങൾ ഇങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായി യമനിൽ നിന്ന് വരുന്നുണ്ട്, ഷാമിൽ നിന്ന് വരുന്നുണ്ട്, ഇറാഖിൽ നിന്ന് വന്നിട്ടുണ്ട്, നജ്ദിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒട്ടക കൂട്ടങ്ങൾ ഇങ്ങനെ കണ്ടപ്പോ മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ തങ്ങളുടെ പൊന്നുമോൻ, യാ അബീ, പാപ്പാ, അൽ ഹുജ്ജാജു കസീർ, ഒരുപാട് ഹാജിമാരുണ്ടല്ലോ ഇപ്രാവശ്യം ഹജ്ജിന് ഒരുപാട് ആൾ വന്നിട്ടുണ്ടല്ലോ. 1400 കൊല്ലം മുമ്പ് പറഞ്ഞു ഒരുപാട് ആളുണ്ടല്ലോ ഹജ്ജിന്. വാപ്പാ ഉമർ തങ്ങളോടായി പറയണത് ഒരുപാട് ആളുകളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ, യാ ബുനയ്യ, മോനെ, അർറക്ബു കസീർ, ഒരുപാട് യാത്രക്കാരുണ്ട്. വലാകിന്നൽ ഹാജ്ജ ഖലീൽ, ഹജ്ജിന് വന്നവർ കുറച്ചേ ഉള്ളൂ. യാത്രക്കാർ കുറയുണ്ട്, ഹജ്ജിന് വന്നവർ കുറച്ചേ ഉള്ളൂ. എപ്പോഴായി പറയണത്? സ്വഹാബികളും താബിഈകളും ജീവിച്ചിരിക്കുമ്പോ. ഹജ്ജിന് വന്നവർ ഒരുപാടുണ്ട്, മില്യൺ കണക്കിന് ആളുകൾ. അവിടുത്തെ ഹോട്ടലിൽ താമസിക്കാൻ വന്നവരുണ്ട്, മക്ക എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വന്നവരുണ്ട്. കൂടെ പോവില്ലേ എന്ന് ചോദിച്ചപ്പോ മടിയാണ്, ഇല്ല എന്ന് പറയാൻ. എന്നാ പോവാന്ന് പറഞ്ഞവരുണ്ട്. ഹറമിൽ ചെന്നവർ ഒരുപാടുണ്ട്. ഹജ്ജിന് വേണ്ടി വന്നവരാരാണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഇത് പറയാൻ ഒരുപാട് ആൾ വന്നിട്ടുണ്ട്. പക്ഷേ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, അനാവശ്യ വർത്തമാനങ്ങൾ പറയാതെ, ദേഷ്യപ്പെടുത്തുന്ന വാക്കുകൾ പറയാതെ, മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ ഹജ്ജിന്റെ പരിശുദ്ധിയെ സൂക്ഷിക്കുന്നവർ എത്ര പേര്? വളരെ കുറച്ച്, വളരെ കുറച്ച്. ആൾക്കൂട്ടം ഒരുപാടുണ്ട്, പക്ഷേ പെറുക്കിയെടുക്കാൻ പറ്റുന്നവർ എത്ര പേര്? വളരെ കുറച്ച്. ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, ഇന്നമന്നാസു കഇബ്ലി മിഅഹ്, ഇന്നമന്നാസു കഇബ്ലി മിഅഹ്, ജനങ്ങളെന്ന് പറയുന്നത് 100 ഒട്ടകമുള്ള ആളെ പോലെയാണ്. ലാ തകാദു തജിദു ഫീഹാ റാഹില, അന്നാസു കഇബ്ലി മിഅഹ്, 100 ഒട്ടകമുള്ള ആളെ പോലെ. എന്നിട്ടോ ലാ തകാദു തജിദു ഫീഹാ റാഹില, 100 ഒട്ടകങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട്, ഒരൊട്ടകത്തെ ഞാൻ ഉപയോഗിച്ചോട്ടെ എന്ന് മുതലാളിക്ക് തന്നെ ഒരൊട്ടകം അതിൽ പറ്റിയതില്ല. അതിന്റെ കാലിന് കുഴപ്പം, ഇത് ക്ഷീണിച്ചത്, ഇത് കുറച്ച് കഴിഞ്ഞാൽ ദാഹിക്കുന്ന ഒട്ടകം, അത് കുറച്ച് കഴിഞ്ഞാൽ ഇരുന്നു പോകുന്ന ഒട്ടകം, ഇതിന് ആരോഗ്യമില്ലാത്ത ഒട്ടകം, ഇങ്ങനെ 100 കുഴപ്പമാണ്. അയാൾക്കൊരു ഒട്ടകം വേണമെങ്കിൽ വേറൊന്ന് വാടക കൊടുക്കണം. ഈ രീതിയിലാണ് ജനങ്ങളെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട് കഴിച്ചിട്ട് പറ്റിയതായ ഈ ഉമ്മത്തിലെ നല്ല മക്കൾ, കറകളഞ്ഞെടുക്കാൻ പറ്റുന്ന ആളുകൾ എത്ര പേരുണ്ട്? ആൾക്കൂട്ടം ഒരുപാടുണ്ട്. പക്ഷേ ഹജ്ജിന് വന്നവരിൽ യാത്രക്കാർ കുറെയുണ്ട്, ഹജ്ജാജിമാർ കുറച്ചുള്ളൂ എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ പോലെ ആ ഒരു ആൾക്കൂട്ടമാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പുതിയ ചിത്രം. ഈ ആൾക്കൂട്ടത്തൊക്കെ മാറി ഓരോരുത്തരും മാതൃകയാകത്തക്കവരായി മാറണം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്കത് സാധ്യമാവുക എന്ന വിഷയത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ചർച്ച കൊണ്ടുപോകുന്നത്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്, സ്റ്റേജിൽ എഴുന്നേൽക്കണ്ട, എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു കുട്ടികളെ മടിയിൽ വെച്ചിരിക്കണം, ഉമ്മാരെ എഴുന്നേൽക്കണ്ട, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർ ഒന്നൊരു ഉന്മേഷത്തിനാണ് എഴുന്നേൽപ്പിക്കുന്നത്. അതുകൊണ്ട് എഴുന്നേറ്റ് ഇടങ്ങാറാവുകയാണെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പൊ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്വലാത്ത് ചൊല്ലാം. സ്വല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് ഉഷാറാക്കി ഉന്മേഷത്തോടു കൂടി ഇരുന്നോളി. കസേര നീങ്ങി പോയിക്കണോ നോക്കിട്ടാ.
ഇങ്ങനെ ആകുമ്പോ ഇപ്പൊ ആ നിൽക്കണവർക്ക് ഇരിക്കണ കസേര മാറി കൊടുക്കണം ഓരോ ഇടവേളക്കും. അതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഒരിപ്പോ ഇരിക്കാൻ വയ്യല്ലോ, ഒരു ഓൾറെഡി നിൽക്കുന്നതാണ് അവിടെ. ഇരിക്കാൻ വല്ല സൗകര്യം ഉണ്ടെങ്കിൽ സൗകര്യം. ഇതവിടെ ഒരു അട്ടിക്ക് കസേര കാണുന്നുണ്ടല്ലോ ഈ ഫ്രണ്ടില്, ഒന്ന് ബാക്ക് കൊടുക്കി, അല്ലെങ്കിൽ അവിടെ മുമ്പോട്ട് വരും, ഇരുന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ തിരക്കുണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് വേഗം പോകാനുള്ളതാണെങ്കിൽ നിന്നോളി, കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഒന്ന് ഇരുന്ന് റാഹത്തിൽ ഇരുന്നോളി. അല്ലാഹു തആല കബൂലാക്കട്ടെ. നമ്മുടെ വോളണ്ടിയർമാരൊക്കെ നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ട്രാഫിക്കൊക്കെ നിയന്ത്രിച്ച് ഉഷാറാണ്, അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വന്നപ്പോ നബിയുടെ ഒട്ടകം കടന്നു വരാൻ വോളണ്ടിയർമാരായി ജോലി ചെയ്തത് ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അലി തങ്ങളൊക്കെയാണ്. അപ്പൊ അവരൊക്കെ ചെയ്ത വലിയൊരു ജോലിയാണ് ഇപ്പൊ നമ്മുടെ വോളണ്ടിയർമാരോട് ചെയ്യുന്നത്. അല്ലാഹു ഖബൂലാക്കട്ടെ, ആമീൻ യാ റബ്ബ്. പെണ്ണുങ്ങളായ വോളണ്ടിയർമാരുണ്ടോന്ന് അറിയില്ല. ഇങ്ങനുണ്ടോ? ഇവിടെ ഉണ്ട്, അവരുണ്ട്, അൽഹംദുലില്ലാഹ്, ഉഷാറായിക്കണല്ലോ. അപ്പോ എങ്ങനെയാ നമുക്ക് മാതൃക കാണിക്കാൻ പറ്റിയവരായി ആവാൻ പറ്റുക? നമ്മളിലൂടെ എങ്ങനെ മാതൃകയുണ്ടാവും? നല്ല ഒരു മാതൃകക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഒന്ന് ദീനിന്റെ വിഷയം തത്ബീഖ് ചെയ്യുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിക്കുന്നത് വെറും അറിയാനല്ല, ജീവിതത്തിന്റെ ഭാഗമാക്കാനാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുന്നത് എന്തിനാ? അത് സ്വീകരിക്കാനാണ്. എന്തിനല്ല? പഠിച്ചു ഇത്ര ഹദീസ് ഓർമ്മയുണ്ട്, മാർക്ക് കിട്ടി പോയി. ചില കുട്ടികളൊക്കെ മദ്രസ 5ഉം 10ഉം പഠിച്ചു പോയിട്ട് ചാടി പോണ കുട്ടികളുണ്ട്. 10ാം ക്ലാസ്സൊക്കെ മദ്രസ പഠിച്ച കുട്ടി പോവേ, പഠിച്ച തമ്പുരാനെ എന്താ ഇപ്പൊ കാലം എന്നൊക്കെ. എന്ത് കുട്ടി പരീക്ഷ എഴുതി ജയിച്ചു എന്നല്ലാതെ ഒരു പണിയും ചെയ്തിട്ടില്ല. അതതിന്റെ അവസ്ഥ. പഠിച്ചിട്ട് അത് ഇന്റേണലൈസ് ചെയ്തിട്ടില്ല, ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടില്ല. വാത് കുറെ കേട്ടിട്ടുണ്ട്, അങ്ങനെ കേൾക്കാറുണ്ട്, അങ്ങനെ കേട്ടുതള്ളി എന്നല്ലാതെ അതിൽ പാഠം പഠിക്കാറില്ല. ഒരു ഹദീസ് കേൾക്കുമ്പോ, ഒരു ഖുർആൻ കേൾക്കുമ്പോ തത്ബീഖ് ചെയ്യാന്ന് പറയും. Put into practice, ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്തുൽ അവ്വാബീൻ ഹീന തർമുദുൽ ഫിസ്വാൽ, സ്വലാത്തുൽ അവ്വാബീൻ നിസ്കരിക്കണേ എന്ന് പറയുമ്പോ ആ നിസ്കാരം പഠിച്ചെടുക്കുന്നത്, അത് ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത്. ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാത്ത്, എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. ആര് പറഞ്ഞു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉറ്റ കൂട്ടുകാരൻ. ആ വാക്കിന്റെ അർത്ഥം അതാണ്, ഖലീൽ, ബോസം ഫ്രണ്ട്സ്, എന്റെ ഏറ്റവും അടുത്ത ആൾ. ഇൻഷാ അല്ലാഹ് ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ, എന്നെ നബി തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനെന്ന് പറഞ്ഞ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞത്, അന്നൂതിറ ഖബ്ല അൻ അനാം, ഉറങ്ങുന്നതിന്റെ മുമ്പ്, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഉറങ്ങുന്നതിന്റെ മുമ്പ്, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വിത്ർ നിസ്കരിക്കണമെന്ന് എന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ ഒരു ഹദീസ് പഠിക്കുകയെന്ന് വിചാരിക്കുക, അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. നമ്മൾ വിത്ർ നിസ്കരിക്കുന്നവരാവുക. ഹനഫി മദ്ഹബിൽ അത് വാജിബാണെന്നാണ്. വാജിബാണ്, നിസ്കാരം കഴിഞ്ഞാൽ ഒരു വിത്ർ നിസ്കരിക്കാതെ വിട്ടുപോകില്ല. നമ്മളിൽ വിത്രസ്ക റമദാനൊക്കെ ആവുമ്പോൾ ഉസ്താദ് പറഞ്ഞൊരു വിത്രൊക്കെ സ്കരിച്ചോളും കുട്ടികളെ. അപ്പൊ വിത്രൊക്കെ ഉണ്ട്, റമദാൻ കഴിഞ്ഞാൽ കൂട്ടിയൊക്കെ ചെയ്യും. ഉറങ്ങുന്നതിന്റെ മുമ്പാണ് എന്നോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുമായിരുന്നു. ഉറങ്ങുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സുബ്ഹിന്റെ മുമ്പ് വിത്ർ നിസ്കരിക്കുന്ന മഹാനാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഉമർ തങ്ങൾ അത്രക്ക് കരുത്തുള്ള ആളാണ്. എഴുന്നേൽക്കുന്നു പറഞ്ഞാൽ എഴുന്നേറ്റിരിക്കും. രാത്രിയിലെ നിങ്ങൾ രാത്രി നിസ്കരിക്കുമ്പോൾ രാത്രിയിലെ അവസാനത്തെ നിസ്കാരം വിത്റാക്കണമേ. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയൊരു ഹദീസാണത്. നിങ്ങൾ പറഞ്ഞു നോക്കി, ഇജ്അലൂ ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്റാ. ഒരു ഹദീസ് പഠിച്ചില്ലേ, ഇജ്അലൂ ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്റാ, രാത്രിയിലെ നിങ്ങളുടെ അവസാനത്തെ നിസ്കാരം വിത്ർ നിസ്കാരമാവണേ.
രണ്ടു നിലക്കാവാം. ഉറങ്ങുന്നതിന്റെ മുമ്പ് നിസ്കരിച്ചിട്ട് ഉറങ്ങാം, എന്നിട്ട് സുബഹിക്ക് എഴുന്നേൽക്കുന്നു. ഒന്നുകിൽ അങ്ങനെ, അല്ല സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്ന ആളാണ്, തഹജ്ജുദുള്ള ആളാണ്, എന്നാ പിന്നെ എഴുന്നേൽക്കുമ്പോ തഹജ്ജുദൊക്കെ കഴിഞ്ഞ് അവസാനം വിത്ർ നിസ്കരിക്കുക. ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറേ നിങ്ങൾ രാത്രിയുടെ അവസാനം നിസ്കരിച്ചോളൂ. അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു, അബൂ ഹുറൈറ നിങ്ങൾ ഉറങ്ങുന്നതിന്റെ മുമ്പ് നിസ്കരിച്ചോളൂ. എന്താ വ്യത്യാസം എന്നറിയോ? ഉമർ തങ്ങൾ പറഞ്ഞതാണ്, എഴുന്നേൽക്കുന്ന ഉറപ്പാണ്, അതിൽ പിന്നെ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പാവമാണ്, ഇത് പറ്റിയില്ലെങ്കിലോ, ഉറങ്ങിപ്പോയാലോ, സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിലോ. ഇതിന്റെ അത്ഭുതം എന്താണെന്നറിയോ? അലാറം വെക്കാതെ ഇവരൊക്കെ ഉറങ്ങണത്, അതും കൂടെ മനസ്സിലാക്കണം. നാട്ടുകാർ മുഴുവൻ എണീക്കും, വരത്തെ അലാറം കേട്ടിട്ട് ആ പെരക്കാരന് അവിടെ കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ അലാറത്തിന്റെ അവസ്ഥ. അത് 4-5 റിപ്പീറ്റ്, സ്നൂസ്, എന്തൊക്കെയാ വെക്കല്, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റണില്ല. അവിടെ ആ വിഷയം വന്നത്. തത്ബീഖ് ചെയ്തുവോ? ഇങ്ങനൊരു ഹദീസ് പഠിക്കുമ്പോൾ മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാവുകയാണത്. പിന്നെ ജീവിതത്തിന്റെ ഭാഗമാണ്, പിന്നെ വിടൂല. പിന്നെ എങ്ങനെ ഹദീസ് മറക്കുക? നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? അതാണ് വിഷയം. ഇൽമ് ഒരുപാടുണ്ട്, തർക്കിക്കാൻ എത്ര ഇൽമ അവർക്ക് തർക്കിക്കാൻ. ഹദീസും ഖുർആനൊക്കെ പറഞ്ഞിട്ട് ശിർക്കും കുഫറും പറയാൻ ജീവിതത്തിൽ വല്ലതും പകർത്തുന്നുണ്ടോ? ഒന്നുമില്ല, അങ്ങനെ തർക്കിച്ച് നടക്കാൻ. ഇത് വലിയൊരു വിഷയമാണ്. ദീൻ തർക്കമായി മാറിയ തൗഹീദ്, ശിർക്ക്, കുഫർ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര തർക്കം. അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് അർത്തിട്ടുണ്ടോ ഈ മുവഹിദായ ആള്? അള്ളാഹുവിന്റെ തൗഹീദ് പറയുമ്പോ ഞാൻ എന്റെ റബ്ബിനോട് അടുത്തിട്ടുണ്ടോ? It has become a subject of philosophical debates. ഇപ്പൊ അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ, അതാണ് അങ്ങനെ തർക്കിച്ച് കിടക്കുന്ന സംഭവം. What used to be burned in our hearts, കത്തിക്കപ്പെടുന്ന പ്രകാശിക്കുന്ന ഒരു സംഗതിയാണ് തൗഹീദ്. അള്ളാഹുവിനോട് അടുത്ത് അള്ളാഹുവിന്റെ സ്നേഹത്തിൽ ലയിക്കേണ്ട സംഗതി. എന്നാൽ അതൊന്നുമില്ല, പറച്ചിൽ ഭയങ്കര തൗഹീദ് ശിർക്ക്. ദീനിൽ ജീവിതത്തിൽ മനസ്സിന്റെ ഉള്ളിലേക്ക് അത് എടുത്തിട്ടേ ഇല്ല. നാവ് കൊണ്ട് ഇങ്ങനെ ഒരു വെർബൽ എക്സസൈസ് ചെയ്യാണ്. പിന്നെ എങ്ങനെയാ നമ്മൾ ഈ മാതൃക ഉണ്ടാവുക? അള്ളാഹുവിനോട് ഖൽബിൽ സ്നേഹം തോന്നിയിട്ടില്ല, എന്നാൽ അള്ളാഹ് ഉണ്ടെന്നൊക്കെ സമർത്ഥിക്കാൻ അവനെ കൊണ്ട് കഴിയും. അള്ളാഹുവിനോട് അടുത്തിട്ടുണ്ടോ? അള്ളാഹുവും തമ്മിൽ വലിയ ദൂരമാണ്. ബുഅദൽ മശ്രിഖ് വൽ മഗ്രിബ്, ബുഅദൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ. സ്വഹാബത്ത് അങ്ങനെയല്ല, ഒരു വിഷയം പഠിക്കുമ്പോൾ ആ വിഷയം ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്, 10-17 വയസ്സായിട്ടേ ഉള്ളൂ. ഒരു പ്ലസ് 2 വിദ്യാർത്ഥിയുടെ ഒക്കെ വയസ്സ്. ചെറുപ്പക്കാരനായ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോകുമ്പോ, യാ മുആദ്, മുആദേ ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ നിങ്ങളോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് മുആദേ. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു സ്നേഹമുള്ള ഭാഷ അല്ലേ? എഴുന്നേറ്റ് പോവാണ്. എവിടേക്കാടാ പോകുന്നതെന്ന് ചോദിക്കാൻ പറ്റും ഒരു കാരണവർക്ക്. പള്ളിയിൽ നിന്ന് ആരെങ്കിലും നിസ്കാരം കഴിഞ്ഞ് അപ്പൊ തന്നെ എഴുന്നേറ്റ് ഓടുകയാണെങ്കിൽ. നിമിതങ്ങൾ അങ്ങനെ പോകുന്ന ഒരാളെ വിളിക്കാൻ ചെറുപ്പക്കാരന്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് മുആദേ. മുആദ് റളിയല്ലാഹു അൻഹു ഇരുന്നു, അടുത്തേക്ക് വിളിച്ചു മുആദ്. അതുകൊണ്ട് ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാത്തിൻ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാത്ത്, എല്ലാ നിസ്കാരത്തിന്റെയും പിറകെ മുആദേ നിങ്ങൾ ഇങ്ങനെ പറയാൻ മറക്കരുത് കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇത് പറയാൻ മറക്കരുത് മുആദേ. നിസ്കാരം കഴിഞ്ഞാൽ ഒന്നിരുന്ന് ദുആ ചെയ്യണേ. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അതിന്റെ ശേഷം എന്റെ ജീവിതത്തിൽ ഒരു നിസ്കാരം കഴിഞ്ഞിട്ടും ഈ ദുആ ചൊല്ലാതെ പോയിട്ടില്ല എന്ന് മുആദ് റളിയല്ലാഹു അൻഹു പഠിച്ചു, ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞു. ഇപ്പോഴാണ് മാതൃകാ പുരുഷന്മാരുണ്ടാവുക. മാതൃകാ പുരുഷന്മാരുണ്ടാകുന്നത് അങ്ങനെയാണ്. ഒരു ഹദീസ് പറയുന്നു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. നിങ്ങൾ ആരെങ്കിലും ഒരു മുൻകർ കണ്ടാൽ, അല്ലാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടാൽ, ഫൽയുഗയ്യിറുഹു ബിയദിഹി, നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് അതിനെ മാറ്റിയെടുക്കണം. നാട്ടിലൊരു തിന്മ കണ്ടാൽ അത് പള്ളിയിൽ ഉസ്താദിരിക്കണ്ട, നിങ്ങൾക്ക് തിരുത്താൻ പറ്റും.
കൂട്ടത്തിൽ ചെറുപ്പക്കാരിൽ ആരെങ്കിലും വല്ല മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും വഴിക്ക് വഴിവിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ നന്നാക്കിയെടുക്കാൻ അവരുടെ കൂട്ടുകാരായ സുഹൃത്തുക്കൾക്ക് കഴിയും. പോലീസുകാരെയോ മറ്റു നിയമപാലകന്മാരെ അറിയിക്കുന്നതിന്റെ മുമ്പ് കൂട്ടുകാരെ നന്നാക്കി. ومن لم يستطع فبلسانه فمن لم يستطع فليغيره بيده فمن لم يستطع فبلسانه. അവന്റെ കഴിവുപയോഗിച്ച് തിരുത്താൻ പറ്റില്ലെങ്കിൽ നാവ് കൊണ്ട് തിരുത്തി കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അതിനു വരാമെങ്കിൽ സുബഹിന്റെ മുമ്പൊക്കെ കാണുമ്പോൾ അർത്ഥം ഉണ്ടാവും. രാവിലെ സുബഹിസ്കരിക്കാതെ കടന്നിട്ടോ നിസ്കരിച്ച് കടന്നിട്ടോ ആ ഉറക്കത്തിൽ ഭയങ്കര രസമുള്ള സ്വപ്നം കാണും. ഒരർത്ഥം അതിനില്ല എന്നാ. സുബഹി കഴിഞ്ഞാൽ പിന്നെ അത് പകൽ സ്വപ്നങ്ങളാണ്. അതൊന്നും എന്തില്ല, അർത്ഥം ില്ല. സുബഹിന്റെ മുമ്പ് ആ രാത്രിയുടെ 2 കഴിഞ്ഞതിന്റെ ശേഷം കാണുന്ന സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ടെന്നാണ്. നല്ല സ്വപ്നം കണ്ടാൽ നമുക്ക് ഇഷ്ടമുള്ളവരോട് പറയാം. ചീത്ത സ്വപ്നമാണെങ്കിൽ എന്ത് ചെയ്യാ, ഇടതുഭാഗത്തേക്ക് തുപ്പുകയും എന്ന് പറഞ്ഞ് ഇനിയും സുബഹിയായിട്ടില്ല, ഉറങ്ങണമെന്നുണ്ട്, എന്നാൽ ഏത് ഭാഗത്തേക്കാണോ ആദ്യം ചെരിഞ്ഞു കടന്നത് അതിൽ നിന്ന് മാറി മറ്റൊരു ഭാഗത്ത് ചെരിഞ്ഞു കടന്നാൽ അതിന്റെ ലറുകൾ ഉണ്ടാവില്ല. പിന്നെ മോശപ്പെട്ട സ്വപ്നങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കും ചെയ്യണ്ട എന്ന് പറഞ്ഞു. നല്ല സ്വപ്നങ്ങളാണെങ്കിൽ ഇഷ്ടപ്പെട്ടവരോട് പറയാം. ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് ഓരോരുത്തരും ഓരോ സ്വപ്നങ്ങൾ പറയുമ്പോൾ നിബിധങ്ങൾ അതിന് ചോദിക്കാറ് തന്നെയുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കും. അപ്പൊ ഓരോരുത്തർ കഥ പറയും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ട് അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനാണെങ്കിലും സ്വപ്നം കണ്ടുകിട്ടാൻ പ്രയാസത്തിലായി, സ്വപ്നം കാണുന്നേയില്ല. ഇങ്ങനെ ചോദിക്കുമ്പോ ഞാനും കണ്ടു എന്ന് പറയാൻ ആഗ്രഹമുണ്ട്, സ്വപ്നം കാണണ്ടേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലുണ്ട്. സ്വന്തം പെങ്ങള് നബിയുടെ ഭാര്യയാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ. നബിന്റെ പള്ളിയിൽ പോയി കിടക്കാറുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അന്ന് പറഞ്ഞു, അല്ലാഹുവേ ഇൻ കുൻത തഅലമുന തുർഇയ, എന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി എന്തോ ഒരു നല്ല മനുഷ്യനാണ്, നല്ല ചെറുപ്പക്കാരനാണ്. ലൗ കാന യുസല്ലി ബില്ലൈൽ യാ ഹഫ്സ, ഹഫ്സ ബീവി, നിഅമർ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി ബില്ലൈൽ. വിരലിലെണ്ണാവുന്ന വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. 4 കലിമത്താണ് പറയുന്നത്. അർത്ഥങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത്രയും വളരെ ചുരുങ്ങിയ വാക്കുകളാണിത്. ആ വാക്കുകൾ കേട്ടതേ ഉള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാത്ത രാവുകൾ പിന്നെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല. ഇവിടുന്നങ്ങോട്ട് എഴുന്നേറ്റിരിക്കും. സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാതെ കടന്നുപോയിട്ടില്ല. ത്തിലെത്തി കണ്ണുപോലും കാഴ്ച നഷ്ടപ്പെടുന്ന പ്രായമായപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്നും എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ കൂടെയുള്ള മക്കള് ചോദിച്ചിട്ടുണ്ട്, വാപ്പാ ഇത്രക്ക് കഷ്ടപ്പെടണമോ? നിസ്കരിച്ചാൽ തന്നെ പോരെ, ധാരാളമല്ലേ? അല്ല മക്കളെ, എന്നോട് എന്റെ നബി അന്ന് എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, അബ്ദുള്ള നല്ല മോനാണ്, രാത്രി നിസ്കരിച്ചിരുന്നെങ്കിൽ അത് ഞാൻ കൈവിട്ടിട്ടില്ല, ഇനി കൈവിടാൻ ആഗ്രഹമില്ല. ത്തിന് മുമ്പ് തന്നെ അവസാനത്തെ രാത്രി പോലും നിർവഹിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. നമ്മൾ പറഞ്ഞു കൊടുക്കേ വേണ്ടു. പിന്നെ നിർത്തി, പിന്നെ നിലനിർത്തി, അന്ന് എന്നേക്കും ജീവിതത്തിന്റെ ഭാഗമാക്കി. റസൂലുള്ളാഹി സ്വന്തങ്ങൾ ഈ മാറ്റമുണ്ടാക്കിയത് ഏതാനും ചില വന്നു എന്നോട് പറഞ്ഞു, നബിയെ കാലിന്റെ ചെരുപ്പിന്റെ താഴെ ഒരൽപ്പം വൃത്തികേടുണ്ട്, മാറ്റിവെച്ചേക്കണം. എന്നോടത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മാറ്റിവെച്ചത്. നിങ്ങളോ നബിയെ അങ്ങ് മാറ്റിവെച്ചില്ലേ? ഞങ്ങളത് ചെയ്തു. അങ്ങ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ പിൻപറ്റി. ഇത്രയേ ഉള്ളൂ നബിയെ, ഒരു ഇംതിസാൽ. നിങ്ങൾ പറഞ്ഞാൽ അങ്ങ് ഇരിക്കും. അവിടെ ഇരുന്ന് റൂമിൽ തന്നെ. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ആ പള്ളിയിലേക്ക് വരുന്നത്. നബി ഞങ്ങളുടെ കൂടെ നിന്നിടത്തേക്ക് അവിടെ തന്നെ ഇരുന്ന് നബി ഞങ്ങളുടെ ഹുത്ബ കഴിയാനാകുന്ന നിസ്കാരത്തിന് സമയമാകുമ്പോൾ എഴുന്നേറ്റ്
എഴുന്നേറ്റ് വന്ന് സഫിലേക്ക് വന്ന് നിന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്നിട്ട് ഹബീബിനെ പോയി കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കണം എന്ന് പറഞ്ഞു, അവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? അങ്ങനെ പിൻപറ്റി. ഇങ്ങനെ ഒരു തത്ബീഹ് അമലുകൾ അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനും ഒലി കിട്ടാനും ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ഇങ്ങനെ എത്രയാണ് നമ്മൾ കേട്ടുപോയത്, എത്രയാണ് നമ്മൾ അറിഞ്ഞത്, ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉപകാരം സിദ്ധിച്ചില്ല. കുറേ വിവരമുണ്ട്, എന്താണ് കാര്യം? إن أخوف ما أخاف على أمتي عليم اللسان. ഈ സമൂഹത്തിൽ നാവിന് വിവരമുള്ള ആളുകൾ ഒരുപാട് വരാനുണ്ട്. ഞാൻ എന്റെ ഉമ്മത്തിന് പേടിക്കുന്നതും അവരെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തർക്കിക്കാൻ ഉഷാറ, ഹദീസും ഖുർആനും ഒക്കെ ഭയങ്കര ഉഷാറ. അമലുണ്ടോ? ലവലേശമില്ല. ഖൽബിൽ ഈമാനുണ്ടോ? അതുമില്ല. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവർ എത്രയാണ്, തർക്കിക്കാൻ എത്രയാണ് ആളുകൾ. അലീമുൽ ലിസാൻ, നാവിന് വിവരമുണ്ട് പക്ഷെ ഖൽബിന് വിവരമില്ല. അങ്ങനത്തെവരെ ഞാൻ എന്റെ ഉമ്മത്തിന് പേടിക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തർക്കിക്കൂല ആൾക്കാര് ശിർക്കും കുഫറും പറഞ്ഞു നാവിൽ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തർക്കം എന്നാ അവസാനിക്കുക? ഖൽബിന്റെ ഉള്ളിലേക്ക് കയറേണ്ട വെളിച്ചമാണിത്. നിമിതങ്ങൾ ഈ രീതിയിൽ അല്ലാഹുവിന്റെ ദീൻ തത്ബീഖ് ചെയ്യാൻ സ്വഹാബത്തിനെ പഠിപ്പിച്ചപ്പോഴാണ് സ്വഹാബിമാർ ഈ ഉമ്മത്തിന് മാതൃകകളായി മാറിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഖിർ സമാനിന്റെ അടയാളം പറഞ്ഞു. يلتقي الرجل والمرأة فيواقعها في وسط الطريق. ഒരാളൊരു പെണ്ണിനെ കണ്ടാൽ വഴിയിൽ വെച്ച് ലൈംഗികമായ പ്രവൃത്തി ചെയ്യുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരാനുണ്ട്. ഇത് ചെയ്യല്ലേ എന്ന് അവരെ നോക്കി പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത കാലം വരും. കമ്മ്യൂണിസ്റ്റുകളായിട്ടും അല്ലാത്തവരായിട്ടും സെക്സ് വർക്കേഴ്സായിട്ടും അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആളുകൾ ഇറങ്ങി പുറപ്പെടാൻ മനുഷ്യന് തോന്നിവാസം ചെയ്യാം എവിടെ വെച്ചും എങ്ങനെയും എന്ന് പറയുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം അങ്ങാടികളിൽ, ബസ് സ്റ്റാൻഡിലെ, ടാക്സി സ്റ്റാൻഡുകളിൽ, തെരുവുകളിൽ, പട്ടാപ്പകലിൽ പച്ചയായി വ്യഭിചാരം നടക്കുന്ന കാലം വരും. ആളുകൾ നടന്നു പോകുന്നു, വാഹനം കടന്നു പോകുന്നു. ഒരു ലെവലേശം ലജ്ജയില്ലാതെ തിന്മ നടക്കുന്ന കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഹബീബ് പറഞ്ഞു, ഹത്താ യകൂന ഖൈറൻ നാസി മൻ യഖൂലു ലഹു ലൗ വറൈതഹാ ഖൽഫൽ ജിദാർ. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്നറിയുമോ? ഇവർ രണ്ടുപേരോടും ഒരു മതിലിന്റെ അപ്പുറത്തേക്ക് മാറി നിന്നൂടെ എന്ന് ഇവരോട് പറയുന്നവൻ ആ ഉമ്മത്തിൽ ഖൈറായ മനുഷ്യനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലെ വലിയ നന്മകളാണ് അത്രേ പറയുള്ളൂ. ഒന്ന് മാറിന്നൂടെ, ഒരു മതിലിന്റെ മറവിലേക്ക് മാറിക്കൂടെ എന്ന് പറയാൻ പോലും ആളില്ലാത്ത കാലഘട്ടം ഉമ്മത്തിന് വരാൻ പോകുന്നുണ്ട്. അല്ലാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കട്ടെ. എന്താ അതിന്റെ അവസ്ഥ? നന്മകൾ പറഞ്ഞു കൊടുക്കാനും തിന്മ വിരോധിക്കാനും നന്മയിലേക്ക് ആളെ വിളിക്കാനും തിന്മയെ വിരോധിക്കാനും തിന്മയെ നിഷ്കാസനം ചെയ്യാനും ആരും തയ്യാറാവാത്തൊരു കാലഘട്ടം ഈ ഉമ്മത്തിന്റെ നാശമാണ് വിളിച്ചറിയിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകൾ പഠിക്കുന്നത് അങ്ങനെയാണ്. എന്തിനാണ് പഠിക്കുന്നത്? അത് പ്രാവർത്തികമാക്കാൻ. എങ്ങനെയാണത് അറിയാ? ഈ ഹദീസ് പഠിപ്പിക്കുന്ന ആരാണ്? മുത്ത് റസൂലുള്ളാഹിയാണ്. ഖുർആൻ ആരുടെ വാക്കാണ്? ഈ ലോകം മുഴുവനും പരിപാലിച്ച അല്ലാഹുവില്ലേ, സൃഷ്ടിച്ച സൃഷ്ടാവില്ലേ, ആ സൃഷ്ടാവിന്റെ വചനമാണ് ഖുർആൻ. ഇത് ബോധ്യപ്പെട്ടാൽ സമിഅനാ വഅതഅനാ, ഇത് വരും. പിന്നെ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. വിശുദ്ധ ഖുർആനിൽ ആയിത്തിറങ്ങി, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. തീർച്ചയായും മനുഷ്യന്റെ കാഴ്ചയും കേൾവിയും മനസ്സും, മൂന്നെണ്ണം. ഏതൊക്കെ? കാഴ്ചയും കേൾവിയും മനസ്സും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഈ മൂന്നിനെ കുറിച്ചും നാളെ ചോദ്യമുണ്ട് എന്ന് അല്ലാഹുവിന്റെ വഹി വരുന്നു.
സഹാബത്ത് പറഞ്ഞു, പൊന്നാര നബിയേ, ഞങ്ങൾ കാണുന്നതിനെ കുറിച്ച് ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ കണ്ടതിനെ കുറിച്ചാണ് ആ ചോദ്യം. കേട്ടതിനെ കുറിച്ച് ചോദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് നബിയെ. കേൾക്കുന്നത് മ്യൂസിക്കോ മോശപ്പെട്ടതോ ഗീബത്തോ നമീമത്തോ ആണെങ്കിൽ ഞങ്ങൾക്കതറിയാം, കുറ്റബോധം അറിയാം. പക്ഷേ ഖൽബിനെ കുറിച്ച് ചോദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നബിയെ ഞങ്ങൾ തകർന്നു പോകുമല്ലോ. ഖൽബിന്റെ ഉള്ളിൽ എന്തൊക്കെ ചിന്തകൾ വരുന്നുണ്ട് നബിയെ. സഹാബത്ത് പറയായിരുന്നു നബിയോട്, നബിയെ ഞങ്ങളൊന്നും നാവുകൊണ്ട് പറയാൻ പറ്റാത്തത് വരെ ഖൽബിന്റെ ഉള്ളിൽ വരുന്നുണ്ട് അള്ളാഹിനെ പറ്റി നബിനെ പറ്റിയൊക്കെ. ഇബ്ലീസ് മനസ്സിൽ ചില ആൾക്കാർ വസ്വാസം കൊണ്ട് കൊടുക്കുന്നവരുണ്ട്. എങ്ങനെയെന്നറിയോ? നിസ്കരിക്കാൻ നോക്കുമ്പോൾ മോശപ്പെട്ട ചിന്ത വരിക. ഇപ്പൊ ഞാൻ പറയില്ല, പറഞ്ഞ പിന്നെ ഒന്ന് വരാൻ തുടങ്ങി. നമുക്ക് ചിലപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. വസ്വാസ് വരെ അടങ്ങാറായി പോവാ. നാവ് കൊണ്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കഴുത്ത് മുറിക്കപ്പെടും നബിയെ. ഞങ്ങൾക്ക് പറയാൻ പാടില്ലാത്തത്, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ള ചിന്തകളൊക്കെ മനസ്സിലിങ്ങനെ കയറി വരും. ഉടനെ പറയും അസ്തഗ്ഫിറുല്ലാഹ്. മനസ്സിലിങ്ങനെ കയറി വരും, അറിയാതെ വരുന്നത്. ആലോചിച്ചു കൊണ്ടുനടക്കുന്ന ചിന്തകളല്ല, അറിയാതെ ഇബ്ലീസ് കൊണ്ടുവരുന്നത്. ഹബീബായ തങ്ങൾ പറഞ്ഞു, അബതഖൂലൂന, നിങ്ങൾ പറയുകയാണോ, കമാ ഖാന ബനു ഇസ്രായീൽ മൂസാ അലൈഹിസ്സലാം, ഇസ്രായേൽ മക്കള് മൂസ നബിയോട് പറഞ്ഞ പോലെ നിങ്ങൾ പറയുകയാണോ, സമിഅനാ വഅസൈനാ, ഞങ്ങൾ കേട്ടു മൂസ നബിയെ, പക്ഷെ ഞങ്ങൾ എടുക്കൂല കേട്ടോ എന്ന് മൂസ നബിയോട് പറഞ്ഞ പോലെ നിങ്ങൾ പറയുകയാണോ? ഖൂലൂ സമിഅനാ വഅതഅനാ, സമിഅനാ വഅതഅനാ എന്ന് പറയണം സഹാബത്തെ. ഞങ്ങൾ കേട്ടു അല്ലാഹ്, ഞങ്ങൾ അനുസരിച്ചു, നിനക്കാണ് അധികാരം. ഖൽബ് തന്നത് നീയാണ്. ആ ഖൽബിന്റെ ഉള്ളിലെ ചിന്തകൾക്ക് ചോദ്യമുണ്ട് എന്ന് നീ പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിച്ചു അല്ലാഹ് എന്ന് പറഞ്ഞേക്കണം എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉത്തരവ് വരുമ്പോൾ സഹാബത്ത് പറഞ്ഞു, സമിഅനാ വഅതഅനാ വഖാലൂ سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت. آمن الرسول ആയത്തിറങ്ങാണ്. സഹാബത്ത് പറഞ്ഞു, സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു നബിയെ, ഞങ്ങൾ അനുസരിച്ചു നബിയെ എന്ന് പറഞ്ഞപ്പോഴേക്കും വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയായി. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, നിങ്ങളുടെ ശരീരത്തിന് ചെയ്യാൻ കഴിയാത്തത് അല്ലാഹു നിങ്ങളോട് ചെയ്യാൻ പറയില്ല. ഖൽബിലേക്ക് കയറി വരുന്ന ചിന്തകൾ, ഖൽബിന്റെ ഉള്ളിലൂടെ കയറി വരുന്നത്, അത് പിടിച്ചു നിർത്താൻ പറ്റാത്തത് അല്ലാഹു നിങ്ങളോട് ചോദിക്കൂല. നിങ്ങളാൽ താലോലിച്ച് ചിന്തിച്ചുണ്ടാക്കുന്ന ചിന്തകൾക്ക് കുറ്റമുണ്ട് എന്നല്ലാതെ മനസ്സിലേക്ക് കയറി വരുന്നതിന് വസ്വാസ് എന്നാണ് പറയാ. അതിന് കുറ്റമില്ല എന്ന ആ ഖൽബിനെ കുറിച്ച് ചോദ്യമുണ്ട് എന്ന വിഷയത്തിൽ ഇളവ് അല്ലാഹു ഇറക്കി തരുന്നത് ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ്. ആ അനുസരണം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു പ്രൈസ് ലിസ്റ്റ് മുഴുവൻ ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. പറ്റുന്ന ആളുകൾ ഭക്ഷ്യവസ്തുക്കൾ സംഭാവന ചെയ്യണം. ഒരു വർഷത്തേക്ക് 132 ചാക്ക് അരിയാണ് വേണ്ടത്. പച്ചരി 50 ചാക്കും പഞ്ചസാര 50. ഇതാണ് നമ്മുടെ ഒരു 70 കുടുംബങ്ങൾക്ക് നൽകുന്ന നമ്മുടെ ഖായിദെ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പദ്ധതി. അപ്പൊ അതിന്റെ കൂപ്പൺ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളത് സ്വീകരിക്കണം. കഴിവിന്റെ പരമാവധി അത് വിജയിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴേക്കും സമിഅനാ, ഞങ്ങൾ അനുസരിച്ചു. അല്ലാഹു പറഞ്ഞോ മതി നബിയെ. അത് പറഞ്ഞപ്പോഴാണ് വിശുദ്ധ ഖുർആൻ ഒരു ഇളവ് നൽകുന്നത്. എക്സ്ക്യൂസ്, എന്തേ? നിങ്ങളുടെ ഖൽബിലേക്ക് വരുന്ന മുഴുവൻ ചിന്തകളെ പറ്റി അല്ലാഹു ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റാതെ നിങ്ങൾ അറിയാതെ വരുന്നത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിന്റെ അഹ്കാമുകളോട്, വിധികളോട് നമുക്കൊരു സമീപനം വേണം. അല്ലാഹു നമുക്കത് തരട്ടെ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അറിയുമോ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു
ഹദീസ് ഒരുപാട് റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. മുസ്നദ് അഹ്മദ് എന്ന വിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥമുണ്ട്. മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദ് സ്വഹാബിമാരുടെ റാവിമാരെ നിലനിർത്തി റാവിമാരുടെ ഓർഡറിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുസ്നദ്. ഫിഖഹിന്റെ ഓർഡറിൽ ഹദീസ് കൊണ്ടുവന്ന സുനനുകൾ നമുക്കുണ്ട്, സുഹാഹുകൾ നമുക്കുണ്ട്, മുസ്നദുണ്ട്. മുസ്നദിന്റെ ജാമിആണ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയേണ്ട ഒരവസ്ഥ വന്നു. മുഅ്തസിം ബില്ലയുടെ ഭരണകാലത്ത് മുഅ്തസിം എന്ന് പറയുന്ന ആള് ഭരണാധികാരിയാണ്. സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു തങ്ങളാണ്, പക്ഷേ ഭരണാധികാരിയാണ്. അന്നത്തെ ആളുകൾ, അന്നത്തെ ബിദ്അത്തിന്റെ ആളുകൾ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാം സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ സൃഷ്ടി അല്ല എന്ന് വാദിച്ചു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഖൽഖുൽ ഖുർആൻ വിവാദം എന്നാണ് അതിനെപ്പറ്റി പറയാം. ഖൽഖുൽ ഖുർആൻ, ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ? ഖുർആന്റെ പേപ്പറിനെ പറ്റിയല്ല ഈ പറയുന്നത്, വിശുദ്ധ ഖുർആന്റെ ചട്ടയെ കുറിച്ചൊന്നല്ല പറഞ്ഞു. വിശുദ്ധ ഖുർആൻ എന്ന ആയാത്തുകൾ അല്ലാഹുവിന്റെ സംസാരം, അത് സൃഷ്ടിയാണ് എന്ന് വാദിച്ചു അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ. അല്ല, അത് അല്ലാഹുവിന്റെ സിഫത്തുകളിൽപ്പെട്ട സിഫത്താണ്, അസലിയായ പണ്ടേ ഉള്ള അല്ലാഹുവിന്റെ വിശേഷണമാണ്, അത് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞുകൂടാ എന്ന് അഇമ്മത്തിന്റെ മഹാന്മാരിൽ പ്രമുഖനായ മുജ്തഹിദീങ്ങളിൽ പ്രമുഖനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിലടച്ചു. നമ്മളൊക്കെ നേരത്തിലെ പോയ ഒരു ഫേസ്ബുക്കിൽ കമന്റ് വരുന്നല്ലേ ഉള്ളൂ, വാട്സപ്പിൽ അത് വരും, യൂട്യൂബിൽ ചീത്തവിളി വരും, ഇത്രയല്ലേ നടക്കുള്ളൂ. അന്ന് പിടിച്ച് ജയിലിട്ടു. ആരെ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് ജയിലിലിട്ടു. എന്തിനെന്നറിയോ? വിശുദ്ധ ഖുർആൻ സൃഷ്ടിയല്ല, അല്ലാഹുവിന്റെ സിഫത്താണ്, അല്ലാഹുവിന്റെ സംസാരം എന്ന കലാം, അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ. അത് റബ്ബിന്റെ ദാത്തിനോടൊപ്പം തന്നെ ഉള്ള അല്ലാഹുവിന്റെ സിഫത്താണ്, റബ്ബിന്റെ വിശേഷണമാണ്. സൃഷ്ടി എന്ന് പറഞ്ഞുകൂടാ. ആ സമയത്ത് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യന്റെ അരികത്ത് ചെന്നു അബൂ അബ്ദുല്ലാഹി എന്ന് പറയുന്ന ശിഷ്യന്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, തന്റെ ശിഷ്യന്റെ കൂടെ വീട്ടിൽ 3 ദിവസം താമസിച്ചു അഹ്മദ് റളിയല്ലാഹു അൻഹു. ഒളിച്ചു താമസിച്ചു. രാജാവിന്റെ കിങ്കരന്മാരെ പിടിച്ചുകൊണ്ടുവരാൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ ഒളിവിൽ പോയി അഹ്മദ് റളിയല്ലാഹു അൻഹു. ഇറാഖിന്റെ ബഗ്ദാദിലാണ് സംഭവം. ഒളിവിൽ പോയി. 3 ദിവസം കഴിഞ്ഞപ്പോ അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ശിഷ്യനോട്, എനിക്ക് വേറൊരു സ്ഥലം നിങ്ങൾ തരപ്പെടുത്തി തരുമോ? എനിക്കിവിടെ പോരാ, വേറൊരു സ്ഥലത്തേക്ക് പോകണം. ഇപ്പൊ ചോദിച്ചു, ശൈഖുകളെ, പോലീസുകാർ നിങ്ങളെ അന്വേഷിച്ച് നടന്നിരിക്കുകയാണ്, അവർ നിങ്ങളെ കണ്ടാൽ പിടിച്ച് ജയിലിലടക്കും. എന്റെ വീട്ടിൽ വല്ല അസൗകര്യമുണ്ടോ? എന്റെ മക്കളുടെ പെരുമാറ്റം ഇഷ്ടമായില്ലേ? വീട്ടിലെ സൗകര്യം പോരെ? എന്തിനായി മാറി താമസിക്കുന്നത്? ശിഷ്യൻ ചോദിച്ചു അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട്. 3 ദിവസം കഴിഞ്ഞപ്പോൾ മാറുകയാണ്, ഒളിവിൽ നിന്ന് മാറുകയാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, നിങ്ങളുടെ വീട്ടുകാരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ സൽക്കാരവും സംരക്ഷണവും പോരാഞ്ഞിട്ടുമല്ല, എന്നെ ഒന്ന് മാറി താമസിപ്പിക്കണം, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ അബൂ അബ്ദുല്ലാഹി എന്ന ശിഷ്യൻ ഒരുപാട് നോക്കി നടന്ന് ബഹുമാനപ്പെട്ടവർക്ക് താമസിക്കാൻ പറ്റുന്ന വേറൊരു കൂട്ടുകാരന്റെ വീട് തരപ്പെടുത്തി കൊടുത്തു. എന്നിട്ടും അവരെ പിടിച്ച് ജയിലിലടച്ചത് വേറെ വിഷയമുണ്ടോ? ജയിലിലടച്ചു അഹ്മദ് റളിയല്ലാഹു അൻഹു. ചരിത്രം വഴി കൊണ്ടും വരുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിലേക്ക് മാറി താമസിച്ചപ്പോ മഹാനായ അഹ്മദ് തങ്ങളോട് ചോദിച്ചു, ഇനി ശൈഖ് അവറുകൾ പറഞ്ഞു തരണം, എന്തിനാണ് നിങ്ങൾ ഈ മാറി താമസിച്ചത്? പറഞ്ഞു കൊടുക്കാൻ എന്താ കാരണം എന്നറിയോ? 3 ദിവസം നിന്നിടെ തന്നെ നിന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നിട്ട് മാറാൻ വേണ്ടി പറഞ്ഞു, കാരണം എന്റെ ഹദീസിന്റെ ഗ്രന്ഥമായ മുസ്നദിൽ ഞാൻ എന്റെ കൈകൊണ്ട് നിബിതങ്ങളുടെ ഒരു ഹദീസ് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ, ലമ്മാ ഹാജറ മിൻ മക്കത ഇലൽ മദീന, മക്കയിൽ നിന്ന് മദീനയിലേക്ക് നിബിതങ്ങൾ ഹിജ്റ പോയപ്പോൾ ഇഖ്തബഅ ഫിൽ ഗാരി 3 അയ്യാം, 3 ദിവസം ഗാർ സൗറിൽ നിബിതങ്ങൾ വിളിച്ചു താമസിച്ചിട്ടുണ്ട്.
മദീനയിലേക്ക് യാത്ര പോകുമ്പോ ശത്രുക്കൾ പിടിക്കാൻ വേണ്ടി വന്നപ്പോ എത്ര ദിവസം? 3 ദിവസം നബിതങ്ങൾ ഗാർ സൗറിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് എന്ന് ഞാൻ എന്റെ കൈകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് 3 ദിവസമല്ലേ എനിക്ക് താമസിച്ചതാ ഗുഹയിൽ. ഇനി 3 ദിവസത്തിലേറെ ഒരു സ്ഥലത്തും ഞാൻ താമസിക്കൂല. 3 മതി മാക്സിമം. അതുകൊണ്ടാണ് നബിയുടെ ശരി ഞാൻ എന്റെ കൈ കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഹദീസ് ഉണ്ടായിരിക്കെ ഞാൻ 3-ലേറെ ഒളിച്ചു താമസിച്ചാൽ അത് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതിനെതിരാകുമോ എന്ന് പേടിച്ചു പോയ ഹംബലി മദ്ഹബിന്റെ നേതാവും ഇമാമുമാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇതൊന്നും അറിയാതെ മനുഷ്യന്മാരെ എന്ത് മദ്ഹബ് എന്ന് പറഞ്ഞു ചോദിക്കുക. എന്ത് മദ്ഹബ് എന്ന്? സുബ്ഹാനല്ലാഹ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനപ്പെട്ടവരുടെ ബഗ്ദാദിലെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയ അന്നത്തെ ഒരു ചെറുപ്പക്കാരൻ വാപ്പയുടെ കൈ പിടിച്ചു പോയതാണ്. പള്ളിയിലെ അശ്ര നിസ്കാരം കഴിഞ്ഞപ്പോൾ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇഹ്റാമിന്റെ തുണിയെടുത്ത് നിൽക്കുന്നു. അരമുണ്ടും തോളിൽ ഒരു ഇസാറും ധരിച്ച് ഇഹ്റാമിന് കെട്ടുന്ന വസ്ത്രം. ഈ കുട്ടിക്ക് ഭയങ്കര കൗതുകായി. വാപ്പയോട് ചോദിച്ചു, വാപ്പാ ഇവിടെ എങ്ങാനും കഅബയുണ്ടോ? കഅബുണ്ടോ? ഇവിടെ ബഗ്ദാദിലാണ്. ബഗ്ദാദിന് ഫ്ലൈറ്റിനല്ല വരുന്നത്, നടന്നിട്ട് വരണം, ഒട്ടകപ്പുറത്ത് വരണം. മക്കയിലെത്തണ്ടേ ഹജ്ജിന്? ബഗ്ദാദ് മീഖാത്തുമല്ലല്ലോ. അതിന്റെയൊക്കെ കുറെ അപ്പുറത്തല്ലേ കിടക്കുന്നത്. ബഗ്ദാദിൽ അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഇഹ്റാമിന്റെ തുണിയെടുത്ത അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ വാപ്പയോട് ചോദിച്ചു, വാപ്പാ എന്തിനാണ് അഹ്മദ് എന്നവർ ഇപ്പോഴേ ഇഹ്റാം ധരിക്കുന്നത്? ഇവിടെ കഅബയുണ്ടോ? ഇവിടെ തവാഫ് നടക്കോ? എന്തിനാ പള്ളിയിലേക്ക് ഇങ്ങനെ വന്നത്? അപ്പൊ പറഞ്ഞു, മോനെ നമുക്ക് അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് തന്നെ ചോദിച്ചു നോക്കാം. അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് വാപ്പ ചെന്ന് ചോദിച്ചു, യാ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ, അല്ല എന്തിനാ ഇപ്പൊ തന്നെ ഇഹ്റാം ധരിച്ചത്? കുറെ പോവാനില്ലേ മക്കയിലേക്ക്? മക്കയിലെത്തുമ്പോൾ അല്ലെങ്കിൽ മദീനയിലെ മീഖാത്തുകൾ എത്തുമ്പോഴാണല്ലോ അവർ ഇഹ്റാം ചെയ്യാറുള്ളത്. മക്കയുടെ പരിസരത്തുള്ള വാക്കികൾക്കുള്ള മീഖാത്തിലെത്തുമ്പോ ഇത് എന്തിനാ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് എന്തിനാ നിങ്ങൾ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പല വിഷയങ്ങളും നിഷിദ്ധമാണ്. അത്ര ധരിക്കാൻ പറ്റൂല, മുടി നീക്കാൻ പറ്റില്ല, നഖമെടുക്കാൻ പറ്റില്ല, മറ്റു ഇഹ്റാം കൊണ്ട് ഹറാമാകുന്ന നിഷിദ്ധമാകുന്ന വിഷയങ്ങളൊക്കെ വേറെയും. മഹാനായ അഹ്മദ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ ഇഹ്റാം ധരിച്ചത് കണ്ടപ്പോഴും ബഗ്ദാദിലാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലിഅന്നി റവൈതു ഫിൽ മുസ്നദി, എന്റെ ഹദീസ് ഗ്രന്ഥം മുസ്നദിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ടല്ലോ. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ ഇഗ്തസല ഫീ ബൈതിഹി, അവിടുത്തെ വീട്ടിൽ കുളിക്കുകയും വലബിസ ഇഹ്റാമഹു, നബിതങ്ങൾ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുകയും സുമ്മ സ്വല്ലാ ബിഅസ്ഹാബിഹി, അവിടുത്തെ അനുചരന്മാരോടുകൂടെ പിന്നെ നിസ്കരിക്കുകയും ചെയ്തു. സുമ്മ ഖറജ ബഅദ ദാലിക ഇലൽ മീഖാത്ത്, അത് കഴിഞ്ഞിട്ട് നബിതങ്ങൾ മീഖാത്തിലേക്ക് പോയി എന്ന ഹദീസ് എന്റെ കൈകൊണ്ട് ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിബിധങ്ങൾ ചെയ്ത പോലെ ഞാനും എന്റെ വീട്ടിൽ ഇഹ്റാം ചെയ്ത് കുളിച്ച് ഇഹ്റാം ചെയ്ത് ഇഹ്റാമിന്റെ നിസ്കാരവും കഴിഞ്ഞ് ഞാൻ മീഖാത്ത് വരെ പോവുകയാണ്. മീഖാത്ത് കഴിഞ്ഞ് ഞാൻ ഹറമിലേക്ക് എത്തും. നബി ചെയ്ത പോലെ ഞാൻ ചെയ്യുകയാണ്. ഹറമൈനുകളടുത്തുള്ള അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തത് ഹറമൈനുകളിൽ നിന്ന് 3000-ഓളം കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന അപ്പുറത്ത് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്താണോ പറഞ്ഞത് അങ്ങ് നടപ്പാക്കുകയാണ്. അല്ലാഹുവിന് എന്താണോ ഇഷ്ടം നടപ്പാക്കുകയാണ്. അങ്ങനെ ഒരു തത്ബീഖ് നമ്മൾ ചെയ്തില്ല എങ്കിൽ ഇൽമു നഷ്ടപ്പെട്ടു പോകും. ഉലമാ പറയുമായിരുന്നു, അൽ ഇൽമു യഹ്തിഫു ബിൽ അമൽ, ഒരു വിവരം, ഒരു വഅദ്, ഒരു പ്രഭാഷണം, ഒരു ഹദീസ്, ഒരു ആയത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ യഹ്തിഫു ബിൽ അമൽ, ഇത് ചെയ്യാനാവുണ്ടോ, ഇത് നിങ്ങൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നുണ്ടോ എന്ന് ഇൽമു ഇങ്ങനെ വിളിച്ചു പറയും. ഫഇൻ അജാബ, നമ്മൾ ഉത്തരം കൊടുത്താൽ ആ കൂടെ നിൽക്കും. അത് പ്രവർത്തിക്കാൻ ഒരുക്കമല്ലെങ്കിൽ ആ ഇൽമ് തന്നെ വിട്ട് ഓടിപ്പോകുമെന്ന് ഉലമാ പറയാറുണ്ട്. ആ രീതിയിൽ ഒരു ഹദീസോ ഒരു ഖുർആനോ പഠിക്കുമ്പോഴേക്കും ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള തൗഫീഖ് ഈ ഉമ്മത്തിന് അല്ലാഹു നൽകട്ടെ. അപ്പോഴാണ് മാതൃകാ പുരുഷന്മാരുണ്ടാകുന്നത്. അപ്പോഴാണ് ഒരാളെ കണ്ടാൽ ദീൻ മനസ്സിലാകുന്ന അവസ്ഥയുണ്ടാകുന്നത്. 1000 ഒട്ടകങ്ങളുള്ള 100 ഒട്ടകമുള്ള ഒരാൾക്ക്
യാത്ര ചെയ്യണമെങ്കിൽ 100 ആളെ പോലെയാണ്. അന്നാസു കഇബ്ലി മിഅ ലാ തകാദു തജിദു ഫീഹാ റാഹില. യാത്ര ചെയ്യാൻ ഒന്നും പറ്റാത്ത 100 ഒട്ടകം ഉണ്ടായിട്ട് എന്ത് കാര്യം? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു വന്ന വാപ്പ, മോനെ അൽറാഹിലതു ഒരുപാട് യാത്രാ സംഘങ്ങളുണ്ട്, കുറച്ചേ ഹജ്ജിന് വന്നവരുള്ളൂ എന്ന് ഒരുപാട് ഹാജിമാരെ കണ്ടു പറഞ്ഞ പോലെ മാതൃകാ പുരുഷന്മാർ കുറഞ്ഞു പോകുന്ന കാലം അല്ലാഹു തആല നമ്മുടെ ഇൽമ് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തൗഫീഖ് തരട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലു. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ക്ഷണിച്ചോ? ഇല്ല, ഇരിക്കുക. ഇപ്പൊ നമ്മള് 1 മണിക്കൂറും 10 മിനിറ്റും പിന്നിട്ടിരിക്കുകയാണ്. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? എത്രയാവല്ലേ? ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ. മാതൃകാ പുരുഷന്മാരെ ലഭിക്കാൻ എന്താണ് വേണ്ടത്? ഒന്ന് വേണ്ടത് അത്തത്ബീഖുൽ ഇൽമി. ഇൽമ് എന്താണോ പഠിക്കുന്നത് അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക, കൊണ്ട് നടക്കുക. ഒരു ഖുർആൻ പഠിച്ചാൽ ഓതി നോക്കുക. ഒരു സ്ഥലത്ത് വെയിറ്റിംഗ് ചെയ്യേണ്ടി വന്നാൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കുക. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ സഖീലതാനി ഫിൽ മീസാൻ. നാളെ തുലാസിൽ കനം തൂങ്ങുന്ന 2 വാക്കുകളുണ്ട്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട 2 വാക്കുകളുണ്ട്. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന 2 വാക്കുകൾ. നാവ് കൊണ്ട് പറയാൻ എളുപ്പമുള്ളത്, നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ്. നാളെ തുലാസിൽ നല്ല ഖനം തൂങ്ങും. അള്ളാഹുവിന് ഇഷ്ടവുമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഒരു ഹദീസാണത്. ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ പരിശുദ്ധ ഗ്രന്ഥം അവസാനിപ്പിച്ചത് ഈ ഹദീസിലൂടെയാണ്. എന്താണ് ബുഖാരിയുടെ അവസാനത്തെ ഹദീസ്? കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ തഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ. അങ്ങനത്തെ 2 വാക്കുകളുണ്ട് പതിവാക്കേണ്ടത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അറിഞ്ഞേടം മുതൽ നമ്മുടെ ചര്യയാക്കുക. നാവിലൂടെ ഏതെങ്കിലും മൂളിപ്പാട്ടൊക്കെ പാടുന്നതൊക്കെ മാറ്റിവെച്ച് ദിക്റുകളും ദുആകളും നാവിലൂടെ വരുന്ന അവസ്ഥയായാൽ എന്തൊരു മനോഹരം, എന്തൊരു കൂലിയായിരിക്കും, എന്തൊരു പ്രതിഫലായിരിക്കും. സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും നിങ്ങൾക്ക് സ്വതക്ക ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ കൈകാലുകൾക്ക്, നിങ്ങളുടെ കണിപ്പുകൾക്ക്, നിങ്ങളുടെ സന്ധികൾക്ക് 360ഓളം ചെറുതും വലുതുമായ പേശികളെ കൊണ്ടും എല്ലുകൊണ്ടും ഉണ്ടാക്കിയ 360ഓളം സന്ധികൾ, ജോയിന്റുകൾ മനുഷ്യ ശരീരത്തിലുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയന്റിസ്റ്റുകൾ അത്ഭുതപ്പെടുന്ന ഭാഗമാണിത്. ഒരു സ്കാനിംഗ് മെഷീനറി ഇല്ലാതെ, ഒരു എക്സ്റേ ചെയ്യാൻ പറ്റുന്ന കാലം സംവിധാനങ്ങളില്ലാതെ മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു വെച്ച നാഡീ നരമ്പുകളും നമ്മുടെ എല്ലിന്റെ ജോയിന്റുകളും അതുപോലെ പേശിയുടെ ജോയിന്റുകളും ഇത് മുഴുവനായി നോക്കിയാൽ 360 എന്ന എണ്ണം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും നിങ്ങൾ 360 രൂപയും 360 ദീനാറോ ദിർഹമോ എങ്കിൽ നിങ്ങൾ സ്വതക്ക ചെയ്തേ പറ്റൂ. എന്തിനാണെന്നറിയോ? ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കൊടുക്കണില്ലേ ഊരവേദന, കാലുമുട്ടിന് വേദന, കൈമുട്ടിന് വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജോയിന്റുകൾക്ക് അല്ലാഹുവിന് നിങ്ങൾ ടാക്സ് കൊടുക്കണേ എന്ന് ഞങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പറഞ്ഞു, പൊന്നാര നബിയെ, ഒരു ദിവസമൊക്കെ 360 ദിർഹം എവിടുന്നാ ഞങ്ങൾക്ക് കിട്ടുക? എങ്ങനെ നബി 360 ദിർഹമൊക്കെ? അത് നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ 2 റക്അത്ത് നിങ്ങൾക്ക് ദുഹാ നിസ്കരിക്കാമല്ലോ. 2 റക്അത്ത് ദുഹാ
സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് ളുഹർ നിസ്കാരം നടക്കുന്നതിന്റെ ബാങ്ക് വിളിക്കുന്നതിന്റെ 20 മിനിറ്റ് മുമ്പ് വരെ അതിനിടയിൽ എപ്പോഴെങ്കിലും മിനിമം 2 റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ 360 സ്വദഖ ചെയ്യുന്നതിന്റെ തുല്യമാണെന്നും നിങ്ങളുടെ ശരീരത്തിൽ അല്ലാഹു തന്ന ജോയിന്റുകൾക്ക് സംരക്ഷണം കിട്ടാനും അല്ലാഹു കാവൽ തരാനും റബ്ബിന് ശുക്ർ ചെയ്യാനും ആ 2 റക്അത്തുകൾ നിങ്ങൾ നിർവഹിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ നമ്മൾ എത്ര പേർക്കത് ചെയ്യാൻ കഴിയുന്നുണ്ട്? ജോയിന്റുകൾക്കുള്ള ടാക്സാണ്, അത് കൊടുത്താൽ പിന്നെ ഒരു കുഴപ്പം വരില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളെ രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ, വേദന അല്ലാഹു അകറ്റി തരട്ടെ. ശരീരത്തിന് വേദന കൊണ്ട് വിഷമിക്കുന്ന, ജോയിന്റുകൾക്ക് വേദന കൊണ്ട് ഉദരവേദനയും കാലുവേദനയും കിടക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. ഇരുന്നു കൊണ്ടെങ്കിലും 2 റക്അത്ത് ദുഹ ഇന്ന നിസ്കാരം നിർവഹിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബ് തങ്ങൾ എന്തൊക്കെ പറഞ്ഞുവോ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞു. കൈകളിൽ മുറിവ് വന്ന് ബ്ലിസ്റ്റേഴ്സ്, കൈകളിൽ ആകമാനം മുറിവ് വന്ന് നീര് വന്ന് വീർത്തിരിക്കുന്നു. മുത്തുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൈകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചോരയാണ്, നബിയുടെ കരളിന്റെ കഷ്ണമാണ്. ഫാത്തിമ അസ്സഹറാ ബിൻതു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ ബീവിയുടെ കൈയാണ്. ഗ്രൈൻഡറിന്റെ കല്ല് വർക്ക് ചെയ്തിട്ട് കൈകളിൽ ബ്ലിസ്റ്റർ വന്നത്, മുറിവ് വന്നിരിക്കുന്നത്. പാപ്പയോട് നിന്ന് ചോദിച്ചു, ഉപ്പാ ഹുനൈൻ യുദ്ധം കഴിഞ്ഞിരിക്കുകയല്ലേ, ഒരുപാട് അടിമ സ്ത്രീകളും അടിമകളും ഉണ്ടല്ലോ. ഉപ്പാ, എന്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവിന് ബാക്ക് പെയിൻ വന്നിട്ടുണ്ട്. തൊട്ടടുത്തുള്ള കുടുംബങ്ങൾക്ക് വെള്ളം കോരി ഒഴിച്ച് അവരുടെ കൃഷിയിൽ സഹായിക്കുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഊരയ്ക്ക് വേദനയാണ്. എന്റെ കയ്യും ഇങ്ങനെയാണ് നബിയേ. വീട്ടിലെ സഹായത്തിന് ഒരു വേലക്കാരിയെ, ഒരടിമപ്പെണ്ണിനെ, അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് തന്ന സ്വത്തിൽ നിന്ന് ഒരു പെണ്ണിനെ എന്റെ വീടിന്റെ ജോലിക്ക് തരുമോ? ആര് ചോദിച്ചു? ഫാത്തിമ റളിയല്ലാഹു അൻഹാ. എപ്പോഴേ? വയ്യാതായപ്പോ, പ്രയാസം വന്നപ്പോ ഹബീബായ നബിതങ്ങൾ പുതിയാപ്ലയെയും പൊന്നുമോളെയും അരികത്തിരുത്തി അവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നൊരു കാര്യം പറഞ്ഞു കൊടുത്തു. എന്ത് പ്രശ്നമുണ്ടാ? ആർക്കെന്ത് ബുദ്ധിമുട്ടുണ്ടോ? വളണ്ടിയർമാർ ശ്രദ്ധിക്കും. ഇല്ലല്ല, ആർക്കും അസുഖമായതാണോ? മെസ്സേജ് ഇവിടെ തരി ഇൻഷാ അല്ലാഹ്. അലി റളിയല്ലാഹു തആല അൻഹുവിനും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും തോളിൽ, രണ്ടുപേരുടെയും തോളിൽ കൈവച്ചുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചോദിച്ചു, അലാ ഉഖ്ബിറുകുമാ ബിഅഫ്ളല മിമ്മാ സഅൽതുമാ, നിങ്ങൾ രണ്ടുപേരും ചോദിച്ചതിനേക്കാളും ഖൈറായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നമ്മളെ വോളണ്ടിയർമാർ ശ്രദ്ധിക്കുക, ബാക്കിയുള്ളവരൊക്കെ ഇരിക്കും. ഏറ്റവും ഖൈറായത് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? നിങ്ങൾ ചോദിച്ച വേലക്കാരി പെണ്ണിനേക്കാളും ഖൈറായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ച് നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഇദാ തൈതുമാ മർജിഅകുമാ, നിങ്ങൾ രണ്ടുപേരും കടന്നുറങ്ങാൻ ചെന്നാൽ, ബെഡിലേക്ക് ചെന്നാൽ, ഫസബ്ബിഹാ 33, ശ്രദ്ധിച്ചു കേൾക്കണേ മുഅ്മിനേ മുഅ്മിനത്തേ, 33 തവണ നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. വൽഹംദുലില്ലാഹി 33, 33 തവണ നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹി 33. പിന്നെ അല്ലാഹു അക്ബർ പറയണം. 34 തവണ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയണം. ഇത് ചൊല്ലിക്കടന്നാൽ നിങ്ങൾക്കൊരു വേലക്കാരി വീട്ടിലുണ്ടായി നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതിനേക്കാളും വലിയ ആശ്വാസം ഈ ദിക്റുകൾ കാരണം ലഭിക്കുമെന്ന് മുത്തനബി പറഞ്ഞു കൊടുക്കുകയേ വേണ്ടൂ. റളീതു ബില്ലാഹി വബിറസൂലിഹി വബിദീനി, അല്ലാഹുവിന്റെ ദീനിലും റസൂലിലും അല്ലാഹുവിലും നിങ്ങൾ പൊരുത്തപ്പെട്ടു. ഫാത്തിമയും അലി തങ്ങളും പറയാണ്, പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ
മറന്നുപോയ കാലമുണ്ടായിട്ടില്ല. ഞങ്ങൾ പിന്നെ മറന്നിട്ടില്ല ഈ ദിക്ർ ചൊല്ലാൻ. കടന്നുറങ്ങുമ്പോ എത്ര ക്ഷീണമാണെങ്കിലും ഈ ദിക്റുകൾ ചൊല്ലിക്കടന്നാൽ പിന്നെ ക്ഷീണം മാറാറുണ്ട്. ജീവിതത്തിന്റെ ഭാഗമാക്കി. ഇതാണ് വിഷയം. അപ്പൊ ആളുകൾ ചോദിച്ചു, സുഫീൻ യുദ്ധം നടക്കുന്ന കാലത്തും നിങ്ങളത് ചൊല്ലിയോ അലി എന്നവരെ? സുഫീൻ യുദ്ധം നടക്കുമ്പോഴും ഞങ്ങൾ വിട്ടുപോയിട്ടില്ല ഇത് ചൊല്ലാനെന്ന് പരിശുദ്ധ അലി റളിയല്ലാഹു തആല അൻഹു ഹബീബിന്റെ സുന്നത്ത് വിട്ടുപോയിട്ടില്ല. ജീവിതത്തിന്റെ ഭാഗമാക്കി. ഉറങ്ങുമ്പോൾ, നടക്കുമ്പോൾ എന്തൊക്കെയാണോ നബി ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞത് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ ഭാഗമാക്കുമ്പോൾ, ഇൽമ് ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ മാതൃകയുള്ളവരായി മാറാൻ കഴിയും. അല്ലാഹു ഈ ഉമ്മത്തിനെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ വിഷയം, 3 കാര്യം മൊത്തത്തിലുള്ളത്. രണ്ടാമത്തെ വിഷയം, നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ്, നമ്മൾ ഒന്നുകൂടെ ഇംപ്രൂവ് ആവണം, ഒന്നുകൂടെ പുരോഗമിക്കണം എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത്, മുസ്ലിമിന്റെ മനസ്സിൽ വരുന്നത്. സ്വഹാബികൾ, നമ്മുടെ മുൻഗാമികൾ വെറും ഒരു മുസ്ലിമായിരുന്നാൽ പോരാ, എന്റെ ഈമാൻ എനിക്ക് ഉയർത്തണം, എന്റെ ഇസ്ലാം എനിക്ക് ഉയർത്തണം, ഞാൻ ഇങ്ങനെയൊന്നും പോരാ, കുറെ കൂടെ പഠിക്കണം. ഈ ഒരു ചിന്തയുണ്ടായാൽ മാറ്റം വരുത്താൻ പറ്റുന്നവരായി, ഈ സമൂഹത്തിന്റെ മാതൃകയുള്ളവരായി മാറാൻ കഴിയും. സെൽഫ് ഇംപ്രൂവ്മെന്റ് ചില പദ്ധതികളാണ് ഇതൊക്കെ. ഒരു വർക്ക്ഷോപ്പിലൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. സെൽഫ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ എന്ത് ഇംപ്രൂവ് ചെയ്തു? അന്നും ഇപ്പൊ ഖുർആൻ പഠിച്ചോ? എത്ര ഖുർആൻ ഓർമ്മയുണ്ട് എന്ന് ചോദിച്ചാൽ, പഠിക്കുന്ന കാലത്തെ ഒരു ജുസ് ഓർമ്മയുണ്ട്. എത്രയെന്ന് വയസ്സ്? അന്ന് വയസ്സ് 12, 13 ഇപ്പൊ എത്ര ജുസ് ഉണ്ട്? ഇപ്പൊ അതൊക്കെ മറന്നിട്ടുണ്ട്. ഇതാ നമ്മളവസ്ഥ. ഇപ്പൊ 24, 34 ആകുമ്പോ ആ ഒരു ജുസ് 2, 3, 4, 5 ജുസ് ആവേണ്ട സമയമായി. പക്ഷെ അന്ന് പണ്ട് പഠിച്ചതേ ഉള്ളൂ, പിന്നെ മറന്നിട്ടുണ്ട്, പഠിച്ചിട്ടില്ല. ഈ അവസ്ഥ ഉണ്ടാവരുത്. കൂടുതൽ പഠിക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ചൊല്ലിയാൽ മുസ്ലിമായി. ഇനി ഞങ്ങൾക്ക് അപ്പുറത്തേക്കൊന്നും വേണ്ട. ഇതല്ല സ്വഹാബികൾ ചിന്തിച്ചത്. അവർ ഇനിയും ഇംപ്രൂവ് ചെയ്യണം, ഇനിയും വേണം, ഇനിയും ഒരുപാട് പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മദീനയുടെ പള്ളിയിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ നബിതങ്ങളുടെ പള്ളിയിൽ മിമ്പറായിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് നിന്നുകൊണ്ടാണ് ഖുതുബ ഓതുന്നത്, നിന്നുകൊണ്ടാണ് ഖുതുബ നിർവഹിക്കുന്നത്. ഖുതുബ കഴിഞ്ഞ് ഖുതുബയുടെ ഇടയിൽ നബിതങ്ങൾ ഒരു മരത്തിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കും. സഹോദരിമാർ ഇരുന്നോളൂ. എന്തോ അപസ്മാരത്തിന്റെ ബുദ്ധിമുട്ടെന്തോ ആണ് ഉണ്ടായത്. അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. പെണ്ണുങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ ഒലിഞ്ഞു നിൽക്കൂല. അതുകൊണ്ട് പറഞ്ഞുതരാ, ഇത് സാരല്ല. ഒരു പെണ്ണ് വന്ന് നബിയോട് പറഞ്ഞു, എനിക്ക് അപസ്മാര രോഗമുണ്ടാവാറുണ്ട് നബിയേ. ഒരു പെണ്ണ് വന്ന് പറഞ്ഞു നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കറുത്ത സ്ത്രീയായിരുന്നു. അവരെപ്പറ്റി പിന്നീട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാ തങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതാ സ്വർഗത്തിൽ പോണ ഒരാളെ കാണണോ? ആ കറുത്ത സ്ത്രീ അവര് സ്വർഗത്തിലാണ്. എന്തേന്ന് ചോദിച്ചു. ഞങ്ങൾ നബിയുടെ അരികത്തേക്ക് ഇരിക്കുമ്പോഴേ അവർ വന്നിട്ട് പറഞ്ഞു, പൊന്നു നബിയോട്, നബിയേ അപസ്മാര രോഗമുണ്ട് നബിയേ എനിക്ക് എന്ന് തങ്ങളോട് പറഞ്ഞു ആ സ്ത്രീ. ഇന്നി ഉസ്റഉ യാ റസൂലല്ലാഹ്. നബിയുടെ വിഷമം അതല്ല. പെട്ടെന്ന് അപസ്മാരം ഇളകിയാൽ അങ്ങാടിയിലോ ആൾക്കൂട്ടത്തിലോ ആയി ഞാൻ അപസ്മാര അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ വസ്ത്രം ഔറത്ത് നീങ്ങിപ്പോകാറുണ്ട് നബിയേ. അത് ആളുകൾ കാണുന്നത് മോശമല്ലേ? അതുകൊണ്ട് എന്റെ അപസ്മാര രോഗം ശിഫയാവാൻ അങ്ങ് ദുആ ചെയ്തു തരുമോ? ഞങ്ങളോട് ചോദിച്ചു. ഇവരങ്ങൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്തു തരാം, അല്ലാഹു നിങ്ങൾക്ക് ശിഫ തരും. പിന്നൊരു ഓപ്ഷൻ, വേണമെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോളൂ, അല്ലാഹു നിങ്ങൾക്ക് അതിന്റെ പകരം സ്വർഗം തരും. എന്ത് വേണമെന്ന് ചോദിച്ചു. ദ്വാരക്കാം, അല്ലാഹു ശിഫയാക്കി തരും. അതല്ല, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിലോ സ്വർഗം കിട്ടും. ബുദ്ധിയുള്ള പെണ്ണുങ്ങളാ. അവര് പറഞ്ഞു, നബിയേ എനിക്ക് സ്വർഗം മതി, ഞാൻ ക്ഷമിച്ചോളാം.
ഞാൻ ക്ഷമിച്ചോളാം നബിയെ, പക്ഷേ അങ്ങ് ദുആ ചെയ്യണം, ഞാൻ അപസ്മാര അസുഖമുണ്ടായി എവിടെയെങ്കിലും വീണുപോയാൽ എന്റെ വസ്ത്രം നീങ്ങിപ്പോകാതെ, എന്റെ ഔറത്ത് ആരും കൊണ്ടുപോകാത്ത അവസ്ഥയിൽ എന്റെ വസ്ത്രം നീങ്ങാതിരിക്കാനെന്ന് ദുആ ചെയ്യണം നബിയേ. ഞാൻ സഹിച്ചോളാം, എന്റെ അസുഖം ഞാൻ സഹിച്ചോളാം. അങ്ങനെ അവര് സഹിച്ചു. നബിതങ്ങൾ അവർക്ക് ഔറത്ത് നീങ്ങാതിരിക്കാൻ, വസ്ത്രം നീങ്ങാതിരിക്കാൻ അവർക്ക് ദുആ ചെയ്തു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പെണ്ണാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അച്ഛാന്നവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. ഇവിടെ ഒന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നവര്, ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞു. അല്ലാഹു നമ്മുടെ സഹോദരിക്ക് ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. റബ്ബിന്റെ ശിഫ വൈകുകയാണെങ്കിൽ അതിലവർ ക്ഷമിക്കാനുള്ള മനസ്സമ്മ കൊടുക്കട്ടെ, അവർക്ക് ക്ഷമ കൊടുക്കട്ടെ. അള്ളാഹു താൻ അവർക്ക് ക്ഷമ കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കളൊക്കെ ഉണ്ടാവും, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ഒരു പരീക്ഷണമാണ്, നിനക്ക് ഭയങ്കര കൂലിയാണ്, ക്ഷമിച്ച എന്തോരു കൂലിയാണ് മക്കൾക്ക് ഉണ്ടാവും. ഇതൊക്കെ ബാപ്പം നിന്നൊക്കെ കാണുമ്പോൾ വലിയ വിഷമം തോന്നും, ഭയങ്കര കൂലിയാണ്, വലിയ പ്രതിഫലം ലഭിക്കും അള്ളാഹുവിന്റെ അടുത്ത്. അള്ളാഹു പ്രതിഫലം കൊടുക്കട്ടെ, അവർക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം യശ്ഫിയഹ, അല്ലാഹു ശിഫ കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ ഖുതുബയോതുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുതുബയോതുമ്പോ ഖുതുബക്കിടയിൽ വിവരങ്ങൾ ക്ഷീണിക്കുമ്പോ അവിടുത്തെ തൂണിലേക്ക്, ഈത്തപ്പനയുടെ തൂണിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കും. ആ സമയത്താണ് അൻസ്വാരികളിൽപ്പെട്ട ഒരു പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ പള്ളിയിലേക്ക് ഒരു മിമ്പർ ഞാൻ ഉണ്ടാക്കി തരട്ടെ. എന്റെ മകൻ നല്ല ആശാരിയാണ്, ഒരു മിമ്പർ തരട്ടെ. അങ്ങേക്ക് കയറി നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് പോലെ 3 സ്റ്റെപ്പുകളുള്ള മിമ്പർ ഞാൻ എന്റെ മോനോട് പറഞ്ഞാൽ അവൻ ഉണ്ടാക്കി തരും. അങ്ങേക്ക് അതിന്റെ മേലെ കയറി നിൽക്കാമല്ലോ, ഞാൻ ഉണ്ടാക്കി തരട്ടെയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്ക് എന്ത് പറയാം മറുപടിയായിട്ട്? അതിന്റെ ആവശ്യമില്ലല്ലോ, പറഞ്ഞു കൊടുക്കല്ലേ വേണ്ടു. അതിപ്പോ താഴെന്ന് പറഞ്ഞാൽ ആൾക്കാർ കേൾക്കുമല്ലോ. പിന്നെ ഈ 3 സ്റ്റെപ്പിൽ ഞാൻ കയറി നിന്ന് എന്നാലും എനിക്ക് ചാരി നിൽക്കണ്ടേ, അതിന് തൂണെന്നെ വേണ്ടേ? ഈ മിമ്പർ കൊണ്ട് ആ കാര്യം നടക്കൂലല്ലോ, എന്റെ വിശ്രമം നടക്കൂലല്ലോ. പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? വേണ്ട എന്ന് തങ്ങൾക്ക് പറയാം. പക്ഷേ നിബിധങ്ങൾ നമ്മുടെ സ്വയം ഇംപ്രൂവ് ചെയ്യണം എന്ന ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മകൻ അങ്ങനെ ആശാരിയാണോ? മോനെങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾ മോനോട് ഉണ്ടാക്കാൻ പറഞ്ഞോളൂ എന്ന് നിബിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലമാ ഈ ഹദീസ് ഉദ്ധരിക്കുക. ഇതിൽ വേറെയും പാടുണ്ട്. നിബിധങ്ങൾ ആ മിമ്പറിൽ കയറി നിന്നപ്പോഴാണ് മുമ്പ് ചാരി നിന്ന ഈത്തപ്പനയുടെ ആ ഒരു തൂണ് കരയാൻ തുടങ്ങിയത്. കുട്ടി കരയണ പോലെ കരഞ്ഞുവെന്നും നിബിധങ്ങളതിന്റെ തലയിൽ തലോടിക്കൊണ്ട് എന്തൊക്കെയോ പറയുകയും ആ ഈത്തപ്പനയുടെ മരക്കുറ്റി നിങ്ങൾ മറവ് ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ സ്വഹീഹുകളിൽ വന്നിട്ടുള്ള ഹദീസാണ്. വലിയൊരു മുഅ്ജിസത്ത് നടന്ന സംഭവമാണിത്. ഒരു ഈത്തപ്പന കരയാൻ തുടങ്ങി, ഹബീബിന്റെ ചാരി നിൽക്കൽ നഷ്ടപ്പെട്ടപ്പോ വിശുദ്ധ ഹദീസുകൾ വന്ന ആ ഒരു സംഭവം. നമ്മുടെ വിഷയം അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ ഒരു ഇംപ്രൂവ്മെന്റ് ആയിക്കോട്ടെ, അതൊരു നല്ല കാര്യമല്ലേ, ഒരു നല്ല കാര്യമാണ്, നടക്കട്ടെ എന്ന് പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു നല്ല കാര്യവും പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നാണ്. നല്ല വിഷയങ്ങൾ, നല്ല കാര്യങ്ങൾ ഉമ്മത്തിന്റെ ഖൈറാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ദഅവി പ്രവർത്തന പ്രബോധന രംഗത്ത് ഏറ്റവും നല്ല ഇംപ്രൂവ്മെന്റുകൾ ഉണ്ടാവാൻ, പുരോഗതി ഉണ്ടാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയത്തായ വനിതയുടെ ഒരു ഓഫർ, ഞങ്ങളിത് ചെയ്യട്ടെ നബി എന്ന് പറഞ്ഞപ്പോഴേക്കും ആവാം, നമുക്ക് വേറെ ഒരു മിമ്പർ ഉണ്ടാക്കലാവാം, കുഴപ്പമില്ല എന്നവർക്ക് സമ്മതം കൊടുക്കുകയും അത് ഉണ്ടാക്കിപ്പിക്കുകയും അതിന്റെ മേലെ കയറി നിന്ന് ഹബീബ് പിന്നെ അങ്ങനെയാണ് തങ്ങൾ ഖുതുബ നിർവഹിക്കാറുണ്ടായിരുന്നത്. ശുദ്ധ ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ തങ്ങൾ ഉമ്മത്തിനെ മാറ്റിയെടുക്കുകയാണ്, സ്വഹാബത്തിനെ മാറ്റിയെടുക്കുന്ന രീതിയാണത്. ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, നജാശി രാജാവിന്റെ മുമ്പിൽ ചെന്ന് മക്കയിലെ ജീവിതം എന്തായിരുന്നു എന്ന് ആദ്യത്തെ ഹിജ്റ നടന്ന് എത്യോപ്യയിലേക്ക് ചെന്നപ്പോൾ നജാശി രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളിലെ കഴിവുള്ളവൻ പാവപ്പെട്ടവനെ തിന്നുന്ന കാലമായിരുന്നു. സ്വന്തം പെൺകുട്ടിയെ അവള് കൂടെ ഭക്ഷണം കഴിക്കുമല്ലോ എന്ന് പേടിച്ച്, ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് കൊന്നുകളഞ്ഞിരുന്ന കാലം.
അല്ലാഹുവിന്റെ ഹബീബ് ചെയ്ത പരിവർത്തനങ്ങൾ പറയാണ്. ഞങ്ങൾ കുടുംബ ബന്ധം മുറിച്ചു മാറ്റുന്നവരായിരുന്നു. പൈസ വന്നാൽ പിന്നെ കുടുംബം നോക്കില്ല. അങ്ങനത്തെ കാലായിരുന്നു. നശ്റബുൽ ഖംറ, കള്ളു കുടിച്ചിരുന്നു ഞങ്ങൾ. നബീതു ബിസ്സഹറാ നഅകുലുൽ ഹശറാതി, ഞങ്ങൾ പ്രാണികളെ തിന്നുന്നവരായിരുന്നു. ചൈനക്കാരിൽ ചിലരൊക്കെ ചെയ്യുന്ന പോലെ പ്രാണികളെ പിടിച്ചു തിന്നുന്നവര്, മരുഭൂമിയിൽ അന്തിറങ്ങുന്നവർ. ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ജീവിതത്തിന്റെ മാർഗദർശനം ലഭിക്കാതിരുന്നപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഞങ്ങൾക്ക് ജീവിതത്തിന്റെ അച്ചടക്കം പഠിപ്പിച്ചത്, ഉണരാൻ പഠിപ്പിച്ചത്. സ്വഹാബത്തിന്റെ ഉള്ളിൽ ആഗ്രഹം വന്നു തുടങ്ങി, പഠിക്കണം, നന്നാവണം, ഒന്നുകൂടെ മെച്ചപ്പെടണം. ജാബിർ റളിയല്ലാഹു തആല അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ്, ജാബിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായപ്പോ നബി തങ്ങളുടെ ഹദീസുകൾ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി, ഹദീസുകൾ പഠിക്കാൻ തുടങ്ങി. ഇൽമിന് വേണ്ടിയുള്ള യാത്രയാണ്. എനിക്ക് തോന്നുന്നു ഈ സദസ്സിൽ ദൂരെ നിന്നൊക്കെ വന്ന് യാത്ര ചെയ്ത് വന്നവരുണ്ടാവും. അവർ സന്തോഷിച്ചോളൂ, അബ്ശിറൂ, നിങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവങ്ങൾ. ഇൽമിന് വേണ്ടിയുള്ള ത്യാഗം, നന്നാവണം, എനിക്ക് പഠിക്കണമെന്ന ആഗ്രഹം തോന്നുമ്പോ അള്ളാഹു നമ്മളിൽ നന്മ തരും. നിങ്ങൾ അങ്ങനെ വന്നവരാണ്. ഞാൻ പിന്നെ വേദ പറയാൻ ഏറ്റവും ഞാൻ വന്നേ പറ്റൂ. നിങ്ങൾ വന്നപ്പോ എന്തിനാ? നിങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഒരു മൈക്ക് ഓണാണെങ്കിൽ ഞാൻ ഇവിടെ വേദ പറഞ്ഞേ പറ്റൂ. ആൾക്കാരില്ല, ഞാൻ പറയില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഞാൻ വേദ പറഞ്ഞേ പറ്റൂ. നിങ്ങളിപ്പോ എന്തിനാ വന്നത്? നിങ്ങൾ ആരും കത്തുകൊടുത്ത് ക്ഷണിച്ചിട്ടും കൂടിയല്ല, നിങ്ങളങ്ങനെ വന്നിരിക്കല്ലേ. അത് വലിയ കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു നന്മയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു അതൊക്കെ കബൂലാക്കിയാൽ നാളെ സ്വർഗ്ഗം കിട്ടാൻ മാത്രമുള്ള വലിയ അമലാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. നമ്മൾ വിചാരിക്കും ഇപ്പൊ എന്തായാലും അതെല്ലാം ആള് കൂടില്ല എന്ന് വിചാരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൈവറ്റ് ബസ്സൊക്കെ റൂട്ടിലൂടെ ഓടുന്ന പോലെ ഗവൺമെന്റ് ബസ്സും ആരാ കയറാനുള്ളത് എന്നുള്ള ആൾക്കാരെ നിർത്തിയിട്ടല്ലല്ലോ വണ്ടി റൂട്ടിൽ ഇറങ്ങണത്. ആരെങ്കിലൊക്കെ കയറാനുണ്ടാവും അടുത്ത സ്റ്റോപ്പിൽ നിന്ന്. എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? ഒരു ഗ്യാരണ്ടി ഇല്ല. ആരോ റോട്ടിൽ ഇറങ്ങിക്കാന്ന് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ വണ്ടി ഓടിക്കണത്. എന്ന പോലെ നിങ്ങൾ വരാന്ന് ഒരു ഉറപ്പും തന്നിട്ടില്ല അല്ലേ? പിന്നെ ആൾക്കൂട്ടൊക്കെ ഇപ്പൊ കുറച്ച് ആൾക്കാർ ഏറുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോവും. 10 ആളൊക്കെ അയച്ചു ഒരുങ്ങും. പിന്നെ അത് ആള് കൂടിയാലും ഇല്ലെങ്കിലും വേദ പറയേണ്ട ആൾ വേദ പറഞ്ഞല്ലേ പറ്റൂ. അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങൾ ചെയ്തത് വലിയൊരു നന്മയാണ്. അത് ഇൽമു പഠിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണ്. അതാണ് നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് പ്ലാൻ, നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റ് പ്ലാൻ എന്നൊക്കെ പറയും. ഇപ്പോഴൊക്കെ കമ്പനികളൊക്കെ അത് ചെയ്യും. ഒരു വർഷത്തേക്ക് ചില ടാർഗറ്റുകൾ വെക്കും. നിങ്ങൾക്ക് ചില ഇംപ്രൂവ്മെന്റ് പ്ലാനുകൾ വേണം. അറ്റ്ലീസ്റ്റ് 5 ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു കൊല്ലം കൊണ്ട് വലിയ വലിയ കമ്പനികളൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെ അതുണ്ടാകുമ്പോഴാണ് നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. സ്വഹാബത്തിന്റെ ഇടയിൽ ഞങ്ങൾ ഉണ്ടാക്കിയത് ഇങ്ങനെ ഒരു ഈമാനികമായ ആവേശമാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ, അവരുടെ പ്രിയപ്പെട്ട ഉപ്പ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അവരുടെ കൂടെ വഫാത്തായ മഹാനാണ് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. കാലിന് മുടന്തായിരുന്നു. കാലിന് മുടന്താണ്. 70 വയസ്സ് കഴിഞ്ഞു, നടക്കാൻ കഴിയില്ല. വിശുദ്ധമായ ഉഹദ് യുദ്ധം നടക്കാൻ പോകുന്നു. ഉഹദ് യുദ്ധം നടക്കാൻ വേണ്ടി പോവാൻ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അസ്ഹാബും യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, ഞാനും പോരുന്നു ഉഹദിലേക്ക്. മക്കൾ പറഞ്ഞു, വാപ്പാ, അല്ലാഹു നിങ്ങൾക്ക് ഇളവ് തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് കാലിന് മുടന്തുള്ള ആളല്ല വാപ്പ. നിങ്ങൾ ചെയ്യേണ്ട പണി ഞങ്ങൾ മക്കൾ 3 പേരില്ലേ, ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ യുദ്ധം ചെയ്തോളാം. വാപ്പ വീട്ടിൽ നിന്നാൽ മതി. വാപ്പ പറഞ്ഞു, അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ, ബദറിലേക്ക് ഞാൻ വരാൻ നിൽക്കുമ്പോ നിങ്ങളാണ് എന്നെ തടഞ്ഞു വെച്ചത്. ബദറിലേക്ക് ഞാൻ വരാൻ നിൽക്കുമ്പോ നിങ്ങൾ എന്നെ തടഞ്ഞു വെച്ച് വാപ്പ വരണ്ട എന്ന് പറഞ്ഞിട്ട് ബദർ എനിക്ക് നഷ്ടമായില്ലേ? ബദരീങ്ങളെ അല്ലാഹു പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ബദറിൽ കൂടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം തീർന്നിട്ടില്ല. എന്റെ സങ്കടം തീർക്കാനാവണം ഉഹദ് വരുന്നത്. യുദ്ധമാണ് ഈ പറയുന്നതേ, യുദ്ധം. ചിന്തിച്ചു നോക്കി, ഗൾഫുകളിലെ വിസ വന്നു എന്നല്ല ഈ പറയണത്. യുദ്ധത്തിലേക്ക് ചോര ചിന്തി മരിക്കാൻ പോവാണ്.
നമ്മളത് ശരിക്കും മനസ്സിൽ കയറി ആലോചിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ യുദ്ധം, ആ ഉഹുദ് യുദ്ധം, ബദർ യുദ്ധം, കേട്ടുകണ്. എന്താണിതൊക്കെ സംഗതി? എന്താണിത്? കല്യാണത്തിന് പോവാ, ചോര ചിന്ത കയ്യും കാലും വെട്ടിമുറിക്കപ്പെടാൻ പോവാണ്. ആയിക്കോട്ടെ, നിന്ന് തരാം. എന്റെ റസൂലിനും എന്റെ അള്ളാഹുവിനും എതിരാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരാണ്. ഇതാണ് പോളിസി. യുദ്ധത്തിൻ്റെതാണ് വിഷയം. യുദ്ധം നടക്കുമ്പോൾ അങ്ങനെ. യുദ്ധം കഴിഞ്ഞാൽ പിന്നെ വളരെ സൗഹാർദ്ദത ജീവിക്കുന്നവരാണ്. മക്കയിലും മദീനയിലൊക്കെ മനുഷ്യന്മാരില്ലേ, മുസ്ലിമീങ്ങളില്ലേ, അവരൊന്നും വെട്ടിക്കൊല്ലാൻ പോവല്ല. യുദ്ധം നടന്ന പിന്നെ അവിടെ ആളെ നോക്കൂല. യുദ്ധത്തിന്റെ പോളിസി അതാണ്. അല്ലെങ്കിൽ നോർമൽ ജീവിക്കാൻ ഒരു കുഴപ്പമില്ല, വളരെ സമാധാനത്തില. യുദ്ധവുമായി വന്നാൽ നമ്മൾ പ്രതികരിക്കും. ഇതാണ് അന്ന് ഇസ്ലാമിന്റെ സമീപനം. വല്ലാഹ് മക്കളെ, നിങ്ങളോടൊന്ന് പറയട്ടെ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നി ലൗഹിബ്ബു അൻ അദ്ഖുലൽ ജന്നത ബിഅർജതി ഹാദിഹി. മക്കളെ, എന്റെ കാലിന്റെ ഈ മുടന്തുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ചവിട്ടണമെന്ന് വാപ്പാക്ക് ആഗ്രഹമുണ്ട്. മക്കളെ, അതുകൊണ്ട് വാപ്പയെ തടഞ്ഞു നിർത്തലിൽ വാപ്പ വരികയാണ്. 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിലേക്ക് ചെന്നു. ഉഹദിലേക്ക് വരികയാണ്. ഇവിടെ വീട്ടിലിരുന്നാ പോരെ? എന്ത് ചെയ്താൽ മതി? എനിക്ക് എന്തായാലും പോകേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ എക്സ്ക്യൂസ് ഉള്ള ആളാണ്, ഞാൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് ഒന്നും ചോദിക്കൂല, നബിതങ്ങളും ചോദിക്കൂല. എന്റെ കാലിന് അല്ലാഹു മുടമ്പ് തന്നിട്ടുണ്ടല്ലോ, എനിക്ക് നടക്കാൻ വയ്യല്ലോ, എനിക്ക് നിർബന്ധമില്ലല്ലോ, ആരും എന്നോട് ചോദിക്കൂല. പക്ഷേ ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യും. എനിക്ക് സ്വർഗം കിട്ടിയാലോ, ഷഹാദത്ത് കിട്ടിയാലോ, ഞാൻ പോവാൻ. സെൽഫ് ഇംപ്രൂവ്മെന്റ് ഒരു പദ്ധതി നടപ്പാക്കി, എഴുതി വെച്ചു, രേഖപ്പെടുത്തി. ഇതാ, ഞാൻ എന്റെ മുടന്തുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗം ചവിട്ടണമെന്ന് കൊതിക്കുന്നുണ്ട്. മക്കളെ, തടഞ്ഞു വെക്കരുത്. മക്കളോട് പറയാൻ, നിങ്ങൾ തടഞ്ഞു വെക്ക്. 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഹജ്ജിന് പോവല്ല 70 കഴിഞ്ഞിട്ട്. 70 എങ്ങോട്ടാ പോണത്? മരിക്കാൻ, യുദ്ധത്തിലേക്ക് പോവാണ്. എന്റെ ചെറുപ്പക്കാരൊക്കെ ഒന്ന് മനസ്സ് തട്ടിലൊന്ന് കേൾക്കി, എങ്ങോട്ടായി പോകുന്നത്? യുദ്ധത്തിലേക്ക്. 70 കഴിഞ്ഞിട്ട് കാലിന് മുടന്തുണ്ട്, ഓടാൻ കഴിയില്ല. ഇത് യുദ്ധമാണ്, വാളും കുന്തവുമാണ്. ഇന്നത്തെ ഒരു വെടിയുണ്ട പോലെ ഒരൊറ്റ ഷോട്ടിൽ താഴെ വീണ് മരിച്ചു പോകുന്ന രംഗമല്ല. ചോര ചിന്തി പെടഞ്ഞ് ഒരാളും നേഴ്സ് ചെയ്യാൻ പോലും ഉണ്ടാവില്ല. എല്ലാവരും യുദ്ധത്തിന്റെ തിരക്കിലാവും. അമ്പേറ്റവൻ കിടക്കാൻ, കുന്തം തറച്ചവൻ തറച്ചു കിടക്കാൻ, ചോര കൈകാലുകൾ മുറിഞ്ഞുപോയവർ ചോര വാർന്ന് മരിക്കുന്നവരെ കിടക്കാൻ. ഇതല്ലേ അന്നത്തെ യുദ്ധം. അതിന്റെ ഇടയിലേക്കാണ് 70 കഴിഞ്ഞ മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു പോകുന്നത്. നെറ്റിയിലതാ ഒരു അമ്പ് വരുന്നു. ചോദിച്ചതും അത് തന്നെയാണ്, അല്ലാഹുവേ, നിന്റെ റസൂലിന്റെ കൂടെ പോകുന്ന ഈ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരാൻ ആഗ്രഹമില്ല. അല്ലാഹ്, നീ എന്നെ എടുത്തേക്കണം, എനിക്കിത് രക്തസാക്ഷിത്വം തന്നേക്കണം. അമ്പ് തറച്ചു നെറ്റിയിൽ. അമ്പിങ്ങനെ വലിച്ചൂരിക്കൊണ്ടിരിക്കെ താഴെ വീണ് കിടക്കുന്ന 70 കഴിഞ്ഞ പ്രായമുള്ള അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ടവരെക്കാൾ പ്രായം കൊണ്ട് താഴെയല്ലേ? ഹബീബിന് വേണ്ടിയാണ് ജീവൻ കൊടുക്കുന്ന ആര്? ഹബീബിനെക്കാളും പ്രായമുള്ള സഹാബിമാര്. നെറ്റിയിലേക്ക് അമ്പ് തറച്ച് ആ അമ്പിങ്ങനെ വലിച്ചെടുക്കാൻ കഴിയാതെ ആ അമ്പിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ലോകത്തോട് യാത്ര പറഞ്ഞു അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ മുടന്തൻ കാലുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗം ചവിട്ടുകയാണ് അംർ ഇബ്നുൽ ജമൂഹ് തങ്ങള്. സഹാബിമാർ ഓരോരുത്തരും വഫാത്തായി കിടന്നവരെ നിബിധങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. കൂട്ടത്തിലുണ്ട് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. തങ്ങൾ പറഞ്ഞു, സഹാബത്തെ, എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അംർ ഇബ്നുൽ ജമൂഹ് നബിയെ, എന്റെ മക്കളോട് പറയണം എന്നെ തടഞ്ഞു വെക്കരുത് എന്ന്. വാപ്പാനെ പോകാൻ അനുവദിക്കണമെന്ന് മക്കളോട് പറയണം നബിയെ എന്ന് എന്നോട് വന്ന് പറഞ്ഞ അംർ ഇബ്നുൽ ജമൂഹ് അല്ലോ ഈ കിടക്കുന്നത്. അംർ ഇബ്നുൽ ജമൂഹ് എന്നവർ അവിടുത്തെ മുടന്തൻ കൊണ്ട് സ്വർഗം കടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആസ്പിറേഷൻ, മുമ്പോട്ട് പോവാനുള്ള ഈ ഒരു ത്വര, ഇനിയും ഒരുപാട് നന്മ ചെയ്യണം. അവർക്കന്ന് ചെയ്യാൻ പറ്റിയ വലിയ ധർമ്മം അതാണ്. ധർമ്മസമരത്തിന് ഇറങ്ങലായിരുന്നത് ഒരു ചെയ്യാൻ, അത് മാക്സിമം. ദേഹത്തിൽ ഒരു മുറിവ് തെറ്റിയ എത്ര നമ്മളെ വേദന, ചെറിയൊരു മുള്ളു, ഒരു സൂചി കുത്തിയാൽ ആലോചിച്ച് നോക്കി.
നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ചോദിച്ച് കടന്നുറങ്ങാണ്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ സ്വഹാബത്തിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അവരൊക്കെ ചെയ്ത ത്യാഗം എത്രയാണ്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മോൻ ജാബിർ തങ്ങൾ പറഞ്ഞു, എന്റെ വാപ്പ അബ്ദുല്ലാഹി തങ്ങളും അംർ ഇബ്നു ജമൂഹ് എന്നവരും വന്ന് ഷഹീദായവരാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായവർ. ഉഹദ് എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളിയിലെ മെയിൻ വാതിലുണ്ട്, ഇന്നത്തെ ബാബ് ഫഹദ്. അതിന്റെ ഇടയിലൂടെ, ബിൽഡിങ്ങിന്റെ റോഡിനിടയിലൂടെ അങ്ങനെ നോക്കിയാൽ ഉഹദ് മല കാണും. അവിടെയാണ് ആ യുദ്ധം നടക്കുന്നത്. ഒരുപാട് ഷഹീദുമാരുണ്ടായപ്പോ ഓരോരുത്തർക്കും ഓരോരോ ഖബർ കുഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു ഖബറിൽ ഒന്നിലേറെ സ്വഹാബിമാരെ അന്ന് മറവ് ചെയ്തിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്. സ്വന്തം വാപ്പയെയും അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെയും ഒരു ഖബറിലാണ് മറവ് ചെയ്തത്. വാപ്പ താഴെയും മേലെ അംർ ഇബ്നു ജമൂഹ് തങ്ങളും. സ്വഹാബി പറഞ്ഞു, ഞങ്ങളടക്കമുള്ള സ്വഹാബിമാർ, ഷഹീദായി കിടക്കുന്ന മഹാന്മാരായ സ്വഹാബിമാരെ മറവ് ചെയ്യാൻ നോക്കി നടക്കുമ്പോൾ അംർ ഇബ്നു ജമൂഹ് തങ്ങൾ നെറ്റിയിൽ കൈവച്ച് നിൽക്കുന്നത് കാണുന്നു. അവിടെ ഒരു അമ്പുണ്ട്. ആ അമ്പ് ഞങ്ങൾ പറിച്ചെടുത്തു. കൈ അവിടെ തന്നെ നിൽക്കുന്നു. യുദ്ധം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ്, വഫാത്തായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇവരെ സംസ്കരിക്കാൻ, ജനാസയുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ, അവരെ മറവ് ചെയ്യാനുള്ള കാര്യം നടക്കുന്നത്. കൈ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നു. ആ കൈ ഞങ്ങളൊന്ന് വലിച്ചു നോക്കി നിവർത്താൻ കഴിയുമോ? ഖബറിൽ കൊണ്ടുപോയി കിടത്തണ്ടേ? അപ്പൊ കൈ നിവർത്തണം. നോക്കുമ്പോൾ കൈ നിവരുന്നില്ല. കൈ ഉറച്ചുപോയിട്ടുണ്ട്. അവിടെ ആ മുറിവിൽ ഇങ്ങനെ കൈവച്ചതാണ്. കൈ നിവർത്താൻ പറ്റുന്നില്ല. എന്റെ വാപ്പ താഴെയാണ്. അംർ ഇബ്നു ജമൂഹ് എന്നവരെ ആ കൈ നെറ്റിയിൽ പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ തന്നെ അവരെ കഫൻ ചെയ്ത് ഞങ്ങൾ ഖബറിലേക്ക് വെച്ചപ്പോൾ എന്റെ വാപ്പയുണ്ട് അവിടെ. എന്റെ വാപ്പാക്ക് മീതയുണ്ട് അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു. ഈ സംഭവം കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഹദീസുകളിൽ ഈ സംഭവം കാണാം, ചരിത്ര സംഭവങ്ങളിൽ കാണാം. നമ്മുടെ അയിമ്മത്തുകൾ രേഖപ്പെടുത്തിയ അത്ഭുതകരമായ സംഭവം. 40 കൊല്ലം കഴിഞ്ഞു. ഉഹദിന്റെ മലയിൽ ശക്തമായ മഴ പെയ്യുകയാണ്. അറബ് രാജ്യത്ത് ജീവിച്ചവർക്കറിയാം, വാദി എന്ന് പറയുന്ന മലവെള്ളപ്പാച്ചിൽ വരും. മഴ പെയ്താൽ ഒരു തുള്ളി പോലും ഭൂമി പിടിച്ചെടുക്കൂല. കല്ലാൻ ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച പോലെ ഇറങ്ങി വരും. പരിശുദ്ധമായ ഉഹദിന്റെ മലയിൽ ഉഹദിന്റെ നമ്മളോട് സ്നേഹമാണ്, നമുക്ക് ഉഹദിനോട് സ്നേഹമാണെന്ന് പറയുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മലയെ നോക്കിയിട്ട് തങ്ങൾ ഈ പറഞ്ഞത്, ഒരു പർവ്വതത്തെ നോക്കിയിട്ട് ഉഹദിന് നമ്മളോട് സ്നേഹമുണ്ട്, നമുക്ക് ഉഹദിനോട് സ്നേഹമുണ്ട്. ആ ഒരു സ്നേഹം കളിയാടുന്ന ഒരു അന്തരീക്ഷം മലയോട്, പർവ്വതങ്ങളോട്. ഉഹദിന്റെ മലയിലാണ് മഴ പെയ്തത്. ഉഹദ് മലയിൽ മഴ പെയ്ത് വലിയ മലവെള്ളപ്പാച്ചിൽ വന്ന് സ്വഹാബിമാർ അന്തരീക്ഷം കൊള്ളുന്ന ഉഹദിന്റെ താഴ്വരയിൽ കിടക്കുന്ന ശുഹദാഇന്റെ ഖബറിന്റെ മുകളിലൂടെ കുത്തിരിച്ചു വന്നു വെള്ളം. അതിശക്തമായ മഴവെള്ളം വന്നു. എപ്പോ? 40 വർഷങ്ങൾക്ക് ശേഷം. 40 വർഷങ്ങൾക്ക് ശേഷം സുഫിയാൻ സൗരി തങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലം. 40 കൊല്ലങ്ങൾക്ക് ശേഷം ജാബിർ റളിയല്ലാഹു തആല അൻഹുണ്ടവിടെ. ജാബിർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർക്കെന്ന് പ്രായമായിട്ടുണ്ട്. 19-60 വയസ്സോളമായിട്ടുണ്ട്. താബഈങ്ങൾ, പ്രമുഖന്മാർ ജീവിച്ചിരിപ്പുള്ള സമയം. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉപ്പയും മഹാനായ കാലിന്റെ മുടന്തുണ്ടായി ഷഹീദായ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു കിടന്ന ഖബറിന്റെ മുകളിലെ മണ്ണൊക്കെ ഒലിച്ചു പോയിരിക്കുന്നു. നിങ്ങൾ വാപ്പയെ നോക്കാൻ ചെന്നു, അംർ ഇബ്നു ജമൂഹ് തങ്ങളെ നോക്കാൻ ചെന്നു. നോക്കുമ്പോൾ 40 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ പുതപ്പിച്ച് കിടത്തിയിരുന്നത് അതുപോലെ തുണി പോലും കീറിയിട്ടില്ല, മണ്ണ് വന്നിട്ടില്ല. പക്ഷേ വെള്ളം വന്നപ്പോ തുണി നീങ്ങിപ്പോയിട്ടുണ്ട്. ആ വസ്ത്രത്തിനൊരു കുഴപ്പം പറ്റിയിട്ടില്ല, ശരീരം ഒരു കുഴപ്പവും പറ്റാതെ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് സ്വഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ വലിയ അത്ഭുതങ്ങളല്ലേ, വലിയ അത്ഭുതം. വാപ്പയെ എടുത്തു കടത്തി പുതിയ കഫംകുടയിൽ
അംർ ബിൻ ജമൂഹ് എന്ന എന്റെ ഇന്നി ഉഹിബ്ബു അൻ അത്അൽ ജന്നത ബിഅർജതി ഹാദിഹി, എന്റെ മുടന്തും കാലുകൊണ്ട് തന്നെ സ്വർഗ്ഗം കടക്കണം എന്ന് പറഞ്ഞ ആ സ്വഹാബിക്ക്, ആര്? അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ കടത്തി പുതിയൊരു കഫൻപടയിൽ പുതപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. കഫൻപട കൊണ്ടുവന്നു, കഫൻ കൊടുക്കാൻ, കഫൻ ചെയ്യാൻ. ആ സമയത്ത് നെറ്റിയിലിങ്ങനെ കൈയുണ്ടല്ലോ, ആ കൈയൊന്ന് നിവരുമോ എന്ന് ഞാൻ ഒന്നുകൂടെ വലിച്ചു നോക്കി. 40 വർഷങ്ങൾക്ക് മുമ്പ് നിവരാത്ത കൈ ഞാനൊന്ന് നിവരുമോ എന്ന് നോക്കി. ഒരു കുഴപ്പം പറ്റിയില്ല. അതാണ് അത്ഭുതം. ഇത്ര ആളെ ഇപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ മഹല്ലുകളിൽ, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഈ സദസ്സിലുള്ള ചില ആളുകൾ എനിക്കറിയാം, അവരുടെ നാടിൽ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച കബറൊക്കെ തൊട്ടടുത്ത് കബറുകൾക്ക് ഇടിഞ്ഞു പോയപ്പോ ഒരു കുഴപ്പമില്ലാതെ കിടന്നു സാധാരണക്കാരെന്ന് വിചാരിച്ച ആളുകൾ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായ മഹദിമാർ, പ്രായമുള്ള ആളുകളൊക്കെ മരിച്ചിട്ടേ 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പം പറ്റാതെ കിടന്ന ഖബറുകൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുണ്ട്. ഇതൊക്കെ കണ്ടാൽ തന്നെ പോരെ അള്ളാഹിന്റെ ദീൻ ശരിയാണെന്നും ഖബറാളികൾക്ക് ചില ഖബറുകൾ സ്വർഗമാണെന്നും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് മനസ്സിലാക്കാൻ ഇത് മാത്രം മതി. അങ്ങനത്തെ ഖബറുകൾ പച്ചയിൽ കണ്ണുകൊണ്ട് കണ്ടവർ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ ഖബറുകൾ സ്വർഗത്തൊപ്പാക്കി തരട്ടെ. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് വരാത്ത കൈ എന്റെ വാപ്പയുടെ കൂടെ കിടന്ന അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ 70 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് സ്വർഗം വേണമെന്ന, സ്വർഗത്തിലേക്കുള്ള ഒരു ആസ്പിറേഷൻ, സ്വർഗം കിട്ടണമെന്ന കൊതി, എന്തെന്നില്ലാത്ത ആഗ്രഹം, ആ ആഗ്രഹം കൊണ്ട് ഉഹദിലേക്ക് നടന്നുപോയ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിലെ കൈ ഞാനൊന്ന് ശക്തമായി പിടിച്ചു വലിച്ചപ്പോൾ നെറ്റിയിലെ പഴയ മുറിവിൽ നിന്ന് ചോര പൊടിഞ്ഞു എന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ഞാൻ ആ കൈ അവിടെ തന്നെ വെച്ചു. ചോര വന്നു എപ്പോ? 40 കൊല്ലങ്ങൾക്ക് ശേഷം. കെട്ടുകഥകളല്ല, നമ്മുടെ ആധികാരിക ചരിത്ര ഗ്രന്ഥങ്ങൾ മുഴുവനും എടുത്തു നോക്കിയാൽ മനസ്സിലാവുന്ന അയിമ്മത്തുകൾ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളാണിത്. ഛേദിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ. നെറ്റിന്ന് ചോര പൊടിഞ്ഞു 40 കൊല്ലം കഴിഞ്ഞിട്ട് ആരുടെ? അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ അവരുടെ ബയോഗ്രഫി എടുത്ത് പഠിക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു രണ്ടിനും സാക്ഷിയാണ്. മറവ് ചെയ്തപ്പോൾ, വാപ്പയെ മറവ് ചെയ്തപ്പോൾ, അംർ ബിൻ ജമൂഹ് ഞങ്ങളെ മറവ് ചെയ്തപ്പോൾ കൂടെയുണ്ട്. 40 കൊല്ലം കഴിഞ്ഞ് മഴവെള്ളപ്പാച്ചിൽ വന്നപ്പോ ഇപ്പോഴും കൂടെയുണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു. അല്ലാഹു കൊടുക്കുന്ന സ്ഥാനമാണത്. ഒരുപാട് നന്നാവണം. എനിക്ക് ഇത്രയൊന്നും ആയാ പോരാ. അവര് മുസ്ലിമായല്ലോ, ഞാൻ സ്വഹാബിയായല്ലോ മതി എന്ന് പറഞ്ഞിരിക്കല്ല. എന്റെ ഈമാൻ വർദ്ധിക്കണം, എന്റെ പ്രതിഫലം കൂടണം. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഒരുപാട് കൂലി കിട്ടണം, ഞാൻ ഒരുപാട് അധ്വാനിക്കട്ടെ. ഈ ഒരു ചിന്ത സ്വഹാബത്തിന്റെ സ്വഭാവമാണ്. അത് നമ്മളിൽ ഉണ്ടാവണം. കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ആഗ്രഹം. ജാബിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോ, ഈ ജാബിർ എന്നവർ അന്ന് കുട്ടിയാണല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ വാപ്പ ഷഹീദായ നേരത്തെ ചെറുപ്പക്കാരനാണ്. തങ്ങളുടെ വഫാത്ത് നടക്കുന്നത് പിന്നെയും ഒരു 6-7 വർഷം കഴിഞ്ഞതിന്റെ ശേഷം. ഞങ്ങൾ വഫാത്തായപ്പോ ഒരുപാട് സങ്കടപ്പെട്ടു പോയ സ്വഹാബി ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായപ്പോ പിന്നെ തങ്ങളുടെ ഹദീസുകൾ ശേഖരിക്കുകയായി. നിങ്ങളുടെ ഹദീസ് ശേഖരിക്കണം, എവിടൊക്കെ ഹദീസുണ്ടോ അതൊക്കെ സ്വരൂപിക്കലായി. ജാബിർ തങ്ങളുടെ ഇൻട്രസ്റ്റ് പിന്നെ അങ്ങനെയാണ്. ഇൽമിന് വേണ്ടി, പഠിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് അധ്വാനം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയായി. ജാബിർ എന്തിനാ ഒരു ഹദീസ് പഠിക്കാം? ഒറ്റ ഹദീസ്. അന്ന് മദീനയിൽ നിന്ന് 1500-ലേറെ കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒട്ടകപ്പുറത്ത് യാത്ര തിരിക്കുന്നു ജാബിർ റളിയല്ലാഹു അൻഹു. കാരണം എന്താണെന്നറിയോ? ഷാമിലുണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു. ഷാം ഇന്നത്തെ സിറിയയുടെ ഭാഗമായ, ഇന്നത്തെ ഫലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശം, അവിടെയാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു ഉള്ളത്. ആ സ്വഹാബിയുടെ അരികത്ത് പരലോകത്തെ സംബന്ധിച്ച് നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ബഹുമാനപ്പെട്ടവർ കേട്ടിട്ടുണ്ട് എന്നറിഞ്ഞു. ആ ഒരു ഹദീസ് കേൾക്കാൻ മദീനയിൽ നിന്ന് യാത്ര തിരിക്കുന്നു ജാബിർ റളിയല്ലാഹു അൻഹു. ഒരൊറ്റ ഹദീസ്, 2 മണിക്കൂർ വാദനല്ലേ വരുന്നത്. ഒരൊറ്റ ഹദീസ് 2 വരെ ഉണ്ടാവുള്ളൂ.
അത് കേൾക്കാൻ 1500 കിലോമീറ്റർ മിനിമം അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യാണ് ജാബിർ റളിയല്ലാഹു അൻഹു നബിയുടെ വഫാത്തിന്റെ ശേഷം. ഹദീസ് ക്രോഡീകരണത്തിന്റെ വിഷയത്തിൽ നടന്ന ത്യാഗം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി, ഷാമിലെത്തി. നമ്മൾ എത്തിയെന്ന് പറയാൻ എത്ര എളുപ്പമുണ്ട്. പുറപ്പെട്ടു, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യണം. ചൂടും ദാഹവും വിശപ്പും വെള്ളവും വെയിലും ഇതൊക്കെ കൊണ്ട് 1500 ഒരു ഒട്ടകപ്പുറത്ത് പോകുന്ന ഓട്ടോറിക്ഷന്റെ വേഗത ഉണ്ടാവും. ഒട്ടകത്തിന് എത്ര സ്ലോ ആയിരിക്കും, നമ്മൾ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടോ എന്നറിയില്ല. എത്ര സ്ലോ ആണ് ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ. ഒരു പച്ചപ്പാവൻ ജീവിയല്ലേ, മെല്ലല്ലേ പോവുള്ളൂ, വളരെ സ്ലോ അല്ലേ. അങ്ങനെയൊക്കെ പോണ വണ്ടികൾ ഉണ്ടാവോ? ആരെങ്കിലും യാത്ര ചെയ്യും ഇപ്പോഴത്തെ കാലത്ത്? 1500 കിലോമീറ്റർ അപ്പുറത്തി. അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിൽക്കൽ ചെന്നു. വാതിൽ മുട്ടിയപ്പോൾ അവിടുത്തെ ഒരു വേലക്കാരി പെൺകുട്ടി വന്നു. ആരാണ്? ജാബിറുൻ ബിൽ ബാബ്. വാതിൽക്ക് നിൽക്കുന്നത് ജാബിറാണ് എന്ന് പറഞ്ഞു ജാബിർ റളിയല്ലാഹു അൻഹു. അപ്പൊ പെണ്ണകത്തേക്ക് പോയി. അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു അകത്തിരിപ്പുണ്ട്. അവരോട് ചെന്ന് പറഞ്ഞു കൊടുത്തു, ജാബിർ എന്ന് പറഞ്ഞ ആളാവുന്നത്. വരുന്നവർക്ക് മുഴുവൻ തുറന്നു കൊടുക്കാൻ അവരെ കൊണ്ട് കഴിയില്ലല്ലോ. വലിയ മഹാനും സ്വഹാബിയുമാണ്. വേലക്കാരി പെണ്ണിനോട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് എന്നവരെ ചോദിച്ചു, ഇസ്അലി, അവിടെ പോയി ചോദിക്കണം, ജാബിർ ഇബ്നു അബ്ദില്ലാ എന്ന സ്വഹാബിയാണോ എന്ന് ചോദിക്കാൻ പറയണം. ആ പെൺകുട്ടി വന്നു. ജാബിർ ഇബ്നു അബ്ദില്ലാ? അതെ. ഒന്നുകൂടെ അകത്ത് പോയി പറഞ്ഞു കൊടുക്കുക, അതെ ജാബിർ ഇബ്നു അബ്ദില്ലാഹിയാണ്. ഇത് പറഞ്ഞപ്പോൾ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു വന്ന് ജാബിർ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന കൂട്ടുകാരനാണ്. നബിയുടെ സ്വഹാബികളിൽ സ്വഹാബികളിൽ കൂടെ നിന്ന ആളാണ്. ആ പഴയ കണ്ട കുടുംബത്തെ സ്നേഹം, മുമ്പുള്ള പരിചയം പിടിച്ചു രണ്ടുപേരും. ഒരാളിപ്പോ മദീനയിലാണ്, ഒരാളിപ്പോൾ ഇന്ന് ഷാമിലാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, മാ ജാഅ ബിക, ജാബിറേ, എന്തിനാ നിങ്ങൾ ഇതുവരെ വന്നത്? എന്തിനാ വന്നത്? വളപട്ടന്ന് നമ്മുടെ മങ്കടൂക്കല്ലേ വന്നിരിക്കുന്നത്. 1500 കിലോമീറ്റർ. ഇവിടുന്ന് ബോംബെക്ക് 1000 കിലോമീറ്ററല്ലേ ഉള്ളൂ. 1300 സംതിങ് അല്ലേ? എവിടെയോ ഈ ഭാഗത്ത് എവിടെയോ ഹൈവേയിൽ 1123 1321 എന്തൊരു നല്ല രസമുള്ള നമ്പർ മുമ്പെന്നോ കണ്ട് ഓർമ്മ. ഏതായിരുന്നാലും ബോംബെന്റെ അപ്പുറം എത്തണം. പിന്നെ അത്രയും ദൂരം ഇവിടുന്ന് പോവാണ് ജാബിർ റളിയല്ലാഹു അൻഹു. സങ്കല്പിക്കുക, എന്തിനേ വന്നത് എന്ന് ചോദിച്ചു. ജാബിർ മറുപടി എന്താണെന്നറിയോ? جاء بي حديث سمعت أنك ترويه عن النبي صلى الله عليه وسلم في ذكر الآخرة. പരലോകത്തെ സംബന്ധിച്ച് നിബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, പരലോകത്തെ കുറിച്ച് നിബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പഠിക്കാൻ വേണ്ടി വന്നതാണ്, ഒന്ന് കേൾപ്പിച്ചു തരുമോ? എന്നായിരിക്കുന്നു പറഞ്ഞു. അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആര് പറഞ്ഞു? അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു. ഇദാ ജമഅ الناس الأولين والآخرين يوم القيامة. അന്ത്യനാളിൽ ആദ്യം വന്നവരും പിൽക്കാലത്ത് വന്നവരെയും മുഴുവനും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയാൽ യുനാദി ബിസൗത്തിൻ യസ്മഉഹു മൻ ബഅദ കമാ യസ്മഉഹു മൻ ഖറബ. ദൂരെയുള്ളവരും അരികത്തുള്ളവരും ഒരുപോലെ കേൾക്കത്തക്ക വിധത്തിൽ അല്ലാഹു ജല്ല ജലാലു ചോദിക്കും, അനൽ മലിക് അനൽ മലിക് അനൽ മലിക്, ഞാനാണ് രാജാവ്, ഞാനാണ് രാജാവ്, ഞാനാണ് രാജാവ്. ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ. എവിടെയാണ് അഹങ്കരിച്ചു നടന്നവർ? എവിടെ? അധികാരം കിട്ടിയപ്പോൾ ദുർവിനിയോഗം ചെയ്തവരെവിടെ എന്ന് അല്ലാഹു ഒന്ന് വിളിച്ചു ചോദിക്കുമെന്ന് മുത്തുനബി പറഞ്ഞ ഒരു ഹദീസാണിത്. കഴിഞ്ഞു, ഹദീസ് കഴിഞ്ഞു. إذا جمع الناس الأولين والآخرين يوم القيامة ينادي بصوت يسمعه من بعد كما يسمعه من قرب فيقول أنا الملك أنا الملك أنا الملك أين الجبارون أين المتكبرون.
ഈ ഹദീസ് പറഞ്ഞു കൊടുത്തപ്പോ ജാബിർ റളിയല്ലാഹു തആല അൻഹു നേരെ പിന്നെ ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നു. ചായ കുടിക്കാൻ നിൽക്കുന്നില്ല, ഇവിടെ വെള്ളം കുടിക്കാൻ നിൽക്കുന്നില്ല, നേരെ ഒട്ടകപ്പുറത്തേക്ക്. എന്നാ ഞാൻ പോവാണ്. എങ്ങോട്ട്? ഞാൻ മദീനത്തേക്ക് പോവാണ്. വന്ന കാര്യം കഴിഞ്ഞു. നിങ്ങളുടെ ഹദീസ് കേൾക്കാൻ വേണ്ടി വന്നതാണ്. ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയെ സന്ദർശിക്കാൻ. എന്തിനാണെന്നറിയോ? അല്ലാഹു എന്താണോ ഈ മനുഷ്യരറിയാൻ ഉദ്ദേശിച്ചത് അത് മുത്തുനബിയിലൂടെ ലോകത്തിന് വഹി അറിയിച്ചു കൊടുത്ത അല്ലാഹു എന്ന ലോകത്തിന്റെ സൃഷ്ടാവ്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്തവൻ, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ശരീരവും അതിന്റെ ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ അവയവങ്ങളും പുറത്തും അകത്തും സംവിധാനം ചെയ്ത അല്ലാഹു എന്താണോ നബിയോട് പറഞ്ഞു കൊടുത്തത് അതാണ് ഹദീസ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് 1500 കിലോമീറ്റർ യാത്ര ചെയ്താൽ എന്താ നഷ്ടപ്പെടില്ലല്ലോ, അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് യാത്ര തിരിച്ച് ഹദീസ് കേട്ട് നേരെ തിരിച്ചു നടന്ന മദീനയിലേക്ക് വന്ന ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരു നന്മ ചെയ്യാനുള്ളൊരു ആവേശം, ഈമാൻ വർദ്ധിക്കാനുള്ളൊരു ത്വര, ഇൽമ വർദ്ധിക്കാനുള്ളൊരു ഉത്സാഹം ഇത് മുസ്ലിമിന്റെ കൂടെയുണ്ടെങ്കിൽ, ആദ്യം പറഞ്ഞ അൽ-തത്ബീഖുൽ അമലി, പഠിക്കുന്നത് കേൾക്കുന്നതെന്തോ അത് ജീവിതത്തിന്റെ ഭാഗമാക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഉമ്മത്തിൽ മാതൃകാ പുരുഷന്മാർ ഇനിയും ജനിക്കും. ഒരുപാടും തരട്ടെ. ഒരുപാട് മാതൃകാ പുരുഷന്മാരും മാതൃകാ വനിതകളും നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഉപ്പമാരും നമ്മുടെ ജ്യേഷ്ഠന്മാരും നമ്മുടെ മുതിർന്നവരുമൊക്കെ നന്നായാൽ ചെറുപ്പക്കാരികൾക്ക്, പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് മാതൃകയാകുന്ന ഉമ്മത്തിൽ അവർ നന്നാവും. അവർ കാണുന്നവര് അവരുടെ കൂടെ ജീവിക്കുന്നവര് നല്ലവരാകും. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏറ്റവും നല്ല ഉത്സാഹം ഉണ്ടാവണം, നല്ല ഉത്സാഹം, മടിച്ചിരിക്കാതിരിക്കാം. ക്ഷീണമൊക്കെ മാറിയിട്ട് ഇപ്പൊ എന്താ നടക്കുന്നത്? ക്ഷീണം മാറിയിട്ടൊന്നും നമ്മുടെ തിരക്ക് യാത്ര അയച്ചു കൊടുത്തു. ഷഖീഖ് നന്നായിട്ട് പോയിട്ട് വരും, അല്ലാഹു നല്ല റിസ്ക് തരട്ടെ എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്തിട്ട് പറഞ്ഞേക്കാൻ. ആ പോക്ക് മിനിമം ഒരു മാസെങ്കിലും എടുക്കുന്ന യാത്രയാണ്. 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഷഖീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു തന്നെ ഷാമിലേക്ക് വരുന്നു. പള്ളി കാണുന്നു ഇബ്രാഹിം തങ്ങൾ. അല്ല ഷഖീഖ്, ഇങ്ങനല്ലേ നമ്മൾ യാത്ര അയച്ചത്, എന്താ ഇപ്പൊ തിരിച്ചു പോകുന്നു എന്ന് ചോദിച്ചു. ജോലിയൊക്കെ കിട്ടിയോ? കച്ചവടം ശരിയായോ? കച്ചവടം ജോലിയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എന്താ ഇപ്പൊ തിരിച്ചു പോകുന്നത്? റിസ്ക് വേണ്ടേ? വേണം. എന്നിട്ട് എന്ത് ജോലി നോക്കാഞ്ഞിട്ടുണ്ടേ? അതൊരു രസമുണ്ട്. ഞാനിങ്ങനെ യാത്രയിൽ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരിക്കുമ്പോഴേ 2 കണ്ണുമില്ലാത്തൊരു പക്ഷിയെ കണ്ടു. അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു ജനങ്ങൾ വിശ്രമിക്കുന്ന ഒരു റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത്. 2 കണ്ണുമില്ല. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കി, യാ അല്ലാഹ്, ഈ 2 കണ്ണില്ലാത്ത പക്ഷിക്ക് എവിടുന്നാ മുടച്ചോനെ ഭക്ഷണം കിട്ടുക എന്നിങ്ങനെ ആലോചിച്ചപ്പോഴേ ഒരു പക്ഷിന്റെ ഓടി വന്ന് പാറി വന്നിട്ട് ഈ കണ്ണ് കാണാത്ത പക്ഷിയുടെ കൊക്കിലേക്ക് എന്തോ ചില ഭക്ഷണം കെട്ടെടുത്ത് പോകുന്നു. ഞാൻ അപ്പന്റെ യാത്ര മതിയാക്കി തിരിച്ചു പോകുന്നതാ. എന്തേന്ന് ചോദിച്ചു. ഈ 2 കണ്ണും കാണാത്ത പക്ഷിക്ക് അള്ളാഹു വേറൊരു പക്ഷിയെ കൊണ്ട് റിസ്ക് കൊടുക്കട്ടെയിൽ ഇങ്ങനെ ഇരിക്കരുത് എന്ന് തന്റെ ആദ്യകാലങ്ങളിൽ വലിയൊരു ഉപദേശം കിട്ടിയ മഹാനാൻ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല. നമ്മൾ അങ്ങനെയാണ് ആവേണ്ടത്. മാതൃകാ പുരുഷന്മാരാവുക, അധ്വാനിക്കുന്നവരാവുക. ജ്യേഷ്ഠൻ ഗൾഫിൽ പോയിട്ടുണ്ട്, ജ്യേഷ്ഠൻ അങ്ങനെ ഓരോരോ ഫോൺ വിളിയിലും പറഞ്ഞാൽ മതി, ഇത്ര പൈസ ആവശ്യമുണ്ട്, മൂപ്പര് ചെയ്തു തരും, ഞാനിപ്പോ ഒരു പണിയും ചെയ്യണ്ട. ഇതല്ല ചെറുപ്പക്കാരെ ചെയ്യേണ്ടത്. നമ്മൾ അധ്വാനിക്കുക, നമ്മൾ പരിശ്രമിക്കണം, നമ്മൾ അധ്വാനിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ നമ്മുടെ ഉമ്മത്തിൽ പുരോഗതി ഉണ്ടാവൂ. അള്ളാഹു നമ്മളിൽ ഖൈർ തരട്ടെ, അള്ളാഹു നമ്മളിൽ ഖൈർ തരട്ടെ. മൂന്നാമത്തെ ഒരു ഗുണം കൂടെ ഞാൻ പറയാം. 2 പറഞ്ഞത്. ഒന്ന്, നമ്മൾ ഏത് വിഷയം പഠിക്കുന്നുണ്ടോ അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക, തത്ബീഖുൽ അമലി, പ്രാക്ടീസ്, ഇംപ്ലിമെന്റ് ചെയ്യുക. രണ്ടാമത്തേത് നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ്. ഞാൻ നന്നാവണം, ഇനിയും ഷാറാവണം, എനിക്ക് അധ്വാനിക്കണം എന്ന ഒരു ഉത്സാഹം ജീവിതത്തിൽ ഉണ്ടാവുക. മൂന്നാമത്തെ ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാനൊരു 15 മിനിറ്റ് എടുക്കുള്ളൂ മാക്സിമം. ഇൻഷാ അല്ലാഹ് നാം സ്വലാത്തിൽ ഇരിക്കല്ലേ, തിരക്കിലുള്ള ഇടക്ക് പോയിക്കോളിട്ടാ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه